ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സർ, ഏതായാലും ഒരു പുതിയ ട്രേഡിംഗ് വീക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പുതിയ ആഴ്ച, പുതിയൊരു ട്രേഡിംഗ് ഡേ. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എസ്പെഷ്യലി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട് US ഇന്ത്യക്ക് മേൽ ചുമത്തിയ 25% താരിഫ് ഈ ഒരു ഓഗസ്റ്റ് 8-ാം തീയതി മുതലാണ് പ്രാബല്യത്തിൽ നിലവിൽ വരുന്നത്. അതുകൂടാതെ RBIയുടെ MPC യോഗ തീരുമാനങ്ങൾ വരാനിരിക്കുന്നു. തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ നിരക്കിൽ ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് പല റിപ്പോർട്ടുകളും കാണിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ക്വാർട്ടർലി നമ്പേഴ്സ് പ്രധാനപ്പെട്ട കമ്പനികളുടെ എത്തുന്നുണ്ട് ഈ ഒരു ആഴ്ചയിൽ ത്രൂ ഔട്ട് നമുക്കത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ RBI MPCയിൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് സാധ്യതയെങ്കിലും മാറി വരുന്ന ഈ ഒരു ഇക്കണോമിക് സാഹചര്യങ്ങളിൽ RBIയുടെ സ്റ്റാൻസ് എന്താകും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് മാറുന്നു എന്നാണ് ആദ്യ മിനിറ്റിലെ ഒരു ട്രേഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സർ, ഇതിനു പുറമെ മറ്റ് പ്രധാനപ്പെട്ട എന്തൊക്കെ പോയിന്റ്സ് ആണ് ഈ ഒരു വീക്കിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളൂ? ജാസ്മിൻ, വെൽക്കം ടു എ ഫ്രഷ് ന്യൂ വീക്ക് അല്ലേ. ഇപ്പോൾ മാർക്കറ്റ് ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഇൻട്രസ്റ്റിംഗ്ലി പോയിസ്ഡ് ആണ്. അതായത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ക്രിക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വലിയൊരു ക്രിക്കറ്റ് ഫാൻ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് പലർക്കും ഇഷ്ടപ്പെടില്ല എന്ന് വരും. ബട്ട് മാച്ച് ഈസ് ഇൻട്രസ്റ്റിംഗ്ലി പോയിസ്ഡ്. ഇന്ന് 3:30 മുതൽ ഇന്ന് നമുക്ക് 3:30 മണിക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടെന്നുള്ള 3:30 to 4:30. അവർക്ക് ഏതാണ്ട് ഇംഗ്ലണ്ടിന് ഈ 5ാമത്തെ ടെസ്റ്റ് ഏതാണ്ട് ജയിക്കാൻ 35 റൺസും ഇന്ത്യക്ക് 4 വിക്കറ്റും. ഇത് ഏത് സൈഡ് മാച്ച് തിരിയും എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിലേറ്റീവ്ലി ഒരു യങ്ങർ സൈഡാണ് ഇന്ത്യ ഇപ്രാവശ്യം മുന്നോട്ട് വെച്ചതെന്നുള്ളത്. ആ ഒരു വിക്ടറി ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഒരു ക്രിക്കറ്റ് ഫാൻ എന്നുള്ള രീതിയിലും. അത് മാത്രമല്ല ഇന്ത്യ ഒട്ടുക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്നുള്ള ഒരു സൈഡിൽ. രണ്ടാമത് ഈ പറയുന്ന പോലെ മാർക്കറ്റും ഏതാണ്ട് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ജംഗ്ഷനിൽ തന്നെയാണ്, ഒരു മേക്ക് ഓർ ബ്രേക്ക് ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുള്ള നമ്മൾ 2 ആഴ്ചയായിട്ട് പറഞ്ഞു വന്ന ട്രേഡിംഗ് റേഞ്ചിൻ്റെ ബോട്ടം ബ്രേക്ക് ചെയ്താണ് ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബയസ് മാർക്കറ്റിൽ നെഗറ്റീവ് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ നല്ല രീതിയിൽ ഷോർട്ട് ബിൽഡപ്പ് ഉണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു റിക്കവറി റാലിയും കൂടെ വരാം. അത് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇത് 2 രീതിയിലും നിൽക്കുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ്. ഒരു കോഷ്യസ് ഓപ്റ്റിമിസത്തോടു കൂടി വേണം നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യാനെന്നുള്ളതാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ ടാരിഫും മറ്റുള്ള കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ തന്നെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ തന്നെയാണ്. മാർക്കറ്റിന് നിഫ്റ്റി വാല്യുവേഷനിന് ഞാൻ ഒരിക്കലും ബോധറേഷനായിട്ട് എടുക്കില്ല. ഇൻഡിവിജ്വൽ സ്റ്റോക്സിൻ്റെ വാല്യുവേഷൻ തന്നെയാണ്. നിഫ്റ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വലിയൊരു ബാരോമീറ്റർ ആണ്, അതൊരു ഇൻഡിക്കേറ്റർ ആണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഞാൻ നിഫ്റ്റി അല്ലല്ലോ മേടിക്കുന്നത്. നമ്മൾ നിഫ്റ്റി അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിഫ്റ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഗൈഡൻസ് തരുന്ന ഒരു ബാരോമീറ്റർ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ്. അതിൻ്റെ ഒരു ഇമോഷൻ, അതായത് ഒരു പോസിറ്റീവ് ബയസ് ആണോ നെഗറ്റീവ് ബയസ് ആണോ എന്ന് മാത്രമേ തരുന്നുള്ളൂ. നിഫ്റ്റി ഇത്ര PE ആണെന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതിനകത്തുള്ള ഇൻഡിവിജ്വൽ സെക്ടേഴ്സിനകത്തുള്ള സ്റ്റോക്സുമാണ്, അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത്. അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജംഗ്ഷനിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ US നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡേ നമ്മൾ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ നോൺ ഫാം പേറോൾ ഡേറ്റ അല്ലെങ്കിൽ ജോബ്ലെസ് ക്ലെയിംസ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ റോയിറ്റേഴ്സ് എക്സ്പെക്ടേഷൻ അനുസരിച്ച് 1,10,000 ജോബ്സ് ആഡ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് 75,000 ജോബ്സ് മാത്രമേ ആഡ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഫിഗേഴ്സ് ഡിസപ്പോയിൻമെൻ്റ് ആണ് ഒരു ആംഗിളിൽ കൂടെ നോക്കുമ്പോൾ. മറ്റൊരു വശത്തൂടെ നോക്കുമ്പോഴും എന്തായാലും ഇതിൻ്റെ ലോവർ എൻഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ ജോബ്സും ആഡ് ചെയ്യില്ല എന്നാണ്. അവിടുന്ന് 75,000 ജോബ്സ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ ടാരിഫ് അൺസർട്ടനിറ്റി ഒക്കെ നിൽക്കുമ്പോൾ തന്നെ 75,000 ജോബ്സ് ആഡ് ചെയ്യുക എന്നുള്ളത് ഒരു സിൽവർ ലൈനിങ് ആയിട്ടും പറയാം. എന്നാൽ ഈ എക്സ്പെക്ടേഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് താഴെ വന്നതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടും പറയാം. ഇത് 2 രീതിയിൽ കാണാം. ഒരു മിക്സഡ് ആയിട്ടുള്ള ഇമോഷനാണ് അവിടെ വരുന്നതെന്നുള്ള. ഇപ്പോൾ US ഇക്വിറ്റീസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡേ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വേഴ്സ്റ്റ് ഡേ സിൻസ് മെയ് 2025 ശേഷം ഒരു വേഴ്സ്റ്റ് ഡേ ആയിരുന്നു US ഇക്വിറ്റീസ് ഫ്രൈഡേയിൽ കാഴ്ചവെച്ചതെന്നുള്ള. S&P 500 1.6% ഡൗൺ ആയിരുന്നു. നാസ്ഡാക്ക് 2.24% ഡൗൺ ആയിരുന്നുള്ളൂ. കാരണം ആമസോൺ ഏതാണ്ട് 8% ഡൗൺ ആയിരുന്നു. ആമസോൺ 8% ഡൗൺ ആവാൻ കാര്യം അതിൻ്റെ ഏർണിങ്സ് മോശമാണ് എന്നുള്ള, അല്ല ഏർണിങ്സ് ബെറ്റർ തന്നെയായിരുന്നു. ബട്ട് ഗൈഡൻസ് ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ഇനി ഫ്യൂച്ചർ ഗ്രോത്ത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വരുന്ന മാറ്റങ്ങൾ ഒക്കെ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ട് എടുത്തത് കാരണം ഏതാണ്ട് ആമസോൺ 8% ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റോക്സ് ഏതാണ്ട് 2 to 4% ഡൗൺ ആയിരുന്നു. ടെക് ഹെവി സ്റ്റോക്സും ചെറുതായിട്ട് ഡൗൺ ആയിരുന്നു. ഈ 2 കാരണത്താൽ തന്നെ US മാർക്കറ്റ്സ് ഭേദപ്പെട്ട രീതിയിൽ വീക്ക്നെസ് കാഴ്ചവെച്ചു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ US 10-year ബോണ്ട് ഈൽഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഇൻഡിക്കേറ്ററാണത്. 4.2% ആണ്, അതായത് 10 basis points ഡൗൺ ആയിരുന്നു. അത് മാത്രമല്ല 2-year ബോണ്ട് ഈൽഡ് ഈസ് ഡൗൺ ബൈ
27 basis points. ഞാൻ ഈ 2-year ബോണ്ട്, സാധാരണ നമ്മൾ 10-year ബോണ്ട് yield മാത്രമേ പറയാറുള്ളൂ. ഈ 2-year ബോണ്ട് yield ഡൗൺ 27 basis points, 10-year ബോണ്ട് yield ഡൗൺ 10 basis points. ഈ 2-year ബോണ്ട് yield ഞാൻ ഇന്ന് പറയാൻ കാര്യം വെച്ചാൽ ഈ 2-year ബോണ്ട് yieldും 10-year ബോണ്ട് yieldും തമ്മിലുള്ള ആ ഒരു ഡിഫറൻഷ്യൽ ഉണ്ടല്ലോ, ആ ഒരു ഡിഫറൻഷ്യൽ കാണിക്കുന്നത് there might be a chance of a rate cut this year എന്നാണ്. അപ്പോൾ അതായത് ഇപ്പോഴത്തെ ജോബ് പേറോൾ നോൺ ഫാം പേറോൾ ഡേറ്റ ജോബ്ലെസ് ക്ലെയിംസും കൂടെ വന്നല്ലോ, അതും കൂടെ വെച്ച് നോക്കും. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ പറഞ്ഞത് US പല ഡേറ്റകളും കാണിക്കുന്നത് ഈ പറയുന്ന പോലെ അവിടെ ഒരു റേറ്റ് കട്ട് ഈ സെപ്റ്റംബറിൽ ഉണ്ടാവില്ല. 2025 റൂൾ ഔട്ട് ചെയ്തു എന്ന് നമ്മൾ തന്നെ 2 ദിവസം മുമ്പേ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതാ US മാർക്കറ്റ് കമന്റേറ്റേഴ്സിന്റെ അഭിപ്രായ പ്രകാരം ഇല്ല എന്നായിരുന്നു. അപ്പോഴും നമ്മൾ ഒരു കാര്യം ബാക്കി വെച്ചിരുന്നു, ഫ്രൈഡേ വരുന്ന നോൺ പേറോൾ ഡേറ്റ അനുസരിച്ചായിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പൊ നോൺ പേറോൾ ഡേറ്റ പുറത്തു വന്നിരിക്കുന്നു. ആ പേറോൾ ഡേറ്റയുടെ ഇമ്പാക്ട് 10-year ബോണ്ട് yieldും ശരിക്കും പറഞ്ഞാൽ 2-year ബോണ്ട് yieldും വരികയും ആ ഡിഫറൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് മൈറ്റ് പ്രൈസ് ഇൻ എ റേറ്റ് കട്ട് ബൈ സെപ്റ്റംബർ ആൻഡ് മാർക്കറ്റ് മൈറ്റ് ബ്രേസ് ഫോർ എ 2 റേറ്റ് കട്ട് ദിസ് ഇയർ എന്നുള്ള. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ടാരിഫ് വന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, അന്ന് ഗ്രോയിങ് കോറസ് എന്തായിരുന്നു, US റിസഷനിലേക്ക് പോകും, ഈ കൊല്ലം ഏതാണ്ട് റേറ്റ് കട്ട് ഉണ്ടാവില്ല, കാര്യം ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യും, കാര്യം ടാരിഫ് ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടെ കോസ്റ്റ് ഓഫ് ഇമ്പോർട്ട്സ് അമേരിക്കയിൽ ഇൻക്രീസ് ചെയ്യും. ആ ഇമ്പോർട്ട്സിന്റെ പ്രൈസ് റൈസ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് പാസ് ഓൺ ചെയ്യുമ്പോൾ ഇൻഫ്ലേഷൻ കയറും, പ്രൈസ് റൈസ് ഉണ്ടാവും, അതുകൊണ്ട് അമേരിക്ക റിസഷനിലേക്ക് പോകും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കില്ല, കാര്യം ഇൻഫ്ലേഷൻ ഹയർ ആയിട്ട് നിൽക്കുന്നുള്ളതാണ്. നമ്മൾ അന്നും വി സ്റ്റിക്ക് അവർ നെക്ക് ഔട്ട് ആൻഡ് സെഡ് അമേരിക്ക വിൽ നെവർ ഗെറ്റ് ഇൻ ടു എ റിസഷൻ ആൻഡ് വി എക്സ്പെക്ട് എ റേറ്റ് കട്ട് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. അത് 2 ആണോ 1 ആണോ എന്നാണോ സെപ്റ്റംബർ ആണോ എന്നൊന്നും അറിയില്ല. നമ്മൾ ഇപ്പോഴും പറയുന്നു, എന്ത് ഡേറ്റ വന്നാലും US cannot afford to have a recession and US needs an interest rate cut. ബാക്കിയെല്ലാം കോസ്മെറ്റിക്, നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടാം, നെയിൽ പോളിഷ് ഇടാം, മൂസ് ഇടാം, BB ക്രീം ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. US എക്കണോമി അണ്ടർലൈനിങ് ആയിട്ട് ഇസ് ഇൻ എ വെരി ബാഡ് ഷേപ്പ് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റുകയൊന്നുമില്ല. അവർക്ക് ഏതാണ്ട് 35 ട്രില്യൺ ഡെപ്റ്റ് തന്നെ അവർക്കുണ്ട്. ആൻഡ് ന്യൂ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പോലും അതിനകത്തൊരു 3 ട്രില്യൺ ഡെപ്റ്റും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ആസ് യു നോ, പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്നത് എപ്പോഴും സേവിയർ ഓഫ് എൻ എക്കണോമി, സേവിയർ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്, സേവിയർ ഓഫ് റിയൽ എസ്റ്റേറ്റ്, സേവിയർ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്നുള്ള രീതിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ഒരു മീഡിയ സാവിയുമായിട്ടുള്ള ട്രംപിന് ഒരിക്കലും ഈ ന്യൂസ് താങ്ങാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ അമേരിക്കൻ എക്കണോമിയെ സംബന്ധിച്ച് ട്രംപിനെ ജയിപ്പിച്ചു വന്ന് ട്രംപിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത് ഒരു അമേരിക്കൻ നാഷണലിസം ടാരിഫിൽ കൂടെ, അതായത് ഞങ്ങൾക്കൊരു നാഷണൽ സെക്യൂരിറ്റി ത്രെട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ടാരിഫ് വെച്ചേക്കുന്നത്. ഇപ്പൊ ട്രംപും ട്രംപിന്റെ സപ്പോർട്ടേഴ്സും അഡ്മിനിസ്ട്രേഷനും അതിൽ ശരിക്കും പറഞ്ഞാൽ വളരെ പ്രൗഡായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് റിസഷൻ എന്ന് പറയുന്ന ഒരു ഫിഗറോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടില്ലെന്നോ അല്ലെങ്കിൽ എക്കണോമി ഡീഗ്രോത്ത് ചെയ്യുന്നുള്ള ഒരു ന്യൂസ് അവർക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടായിരിക്കും എന്നുള്ളൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലും ഇമോഷണൽ ആൻഡ് സെന്റിമെന്റൽ ആസ്പെക്റ്റിലുമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ മുതൽ ട്രംപിന്റെ കാര്യങ്ങൾ, അതായത് ടാരിഫ് വന്നോടെ തന്നെ നമ്മൾ പറഞ്ഞ് അമേരിക്ക വിൽ നെവർ ഗെറ്റ് ഇൻ ടു എ റിസഷൻ ആൻഡ് എ ബിഗ് എക്കണോമി ലൈക്ക് അമേരിക്ക cannot afford to have a recession എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റേറ്റ് കട്ട് ലേറ്റർ ദിസ് ഇയർ വരും. അമേരിക്ക റിസഷനിലേക്കും പോവില്ല എന്നുള്ളതാണ്. റിസഷനിലേക്ക് പോവില്ല എന്നുള്ളതിൻ്റെ ഫിഗേഴ്സ് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് വെള്ളിയാഴ്ച കറക്റ്റ് ചെയ്തെങ്കിൽ പോലും ഏതായാലും ഓൾ ടൈം ഹൈയുടെ ഏതാണ്ട് വിസിനിറ്റി തന്നെയാണ്. S&P 500 14 പ്രാവശ്യം 15 പ്രാവശ്യം കണ്ട് ഓൾ ടൈം ഹൈ 2025 മാത്രം അടിച്ചു എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ US എക്കണോമിയുടെ ഒരു സ്റ്റേറ്റസ് അങ്ങനെ തന്നെയാണെന്നുള്ളതാണ്. ബട്ട് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം, US ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ഏജൻസിയുടെ ഹെഡിനെ ട്രംപ് ഫയർ ചെയ്തു. ആ ന്യൂസിന്റെ റെലവൻസ് എന്താണെന്ന് വെച്ചാൽ അതിൽ ട്രംപ് പറയുന്ന റീസൺ വെച്ചാൽ ഈ ലേബർ മാർക്കറ്റിന്റെ ഡേറ്റ കംപ്ലീറ്റ് കളേർഡാണ്. അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് ആ ലേഡിയെ ടെർമിനേറ്റ് ചെയ്തത്, സർവീസിൽ നിന്ന് എടുത്ത് കളഞ്ഞു എന്നല്ല. അത് മാത്രമല്ല, അതിനുശേഷം ട്രംപ് ട്വിറ്ററിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാര്യം ട്രൂത്ത് സോഷ്യലും എക്സും മാറി മാറി ഉപയോഗിക്കുന്ന ഒരു പ്രസിഡന്റാണ് അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളിൽ അദ്ദേഹം പറയുന്നത് ഇതേപോലെ തന്നെ ജെറോം പവലിൻ്റെ കാര്യവും, അതായത് പൊളിറ്റിക്കലായിട്ടുള്ള ഡിസിഷൻസ് ആണ് അദ്ദേഹം എടുക്കുന്നത്. US മാർക്കറ്റ് നീഡ്സ് എ റേറ്റ് കട്ട് എന്നുള്ള. പക്ഷേ ഈ റേറ്റ് കട്ട് അദ്ദേഹം പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരു ഹിഡൻ ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. റേറ്റ് കട്ട് എന്തിനാണ്? ഗ്രോത്ത് ട്രിഗർ ചെയ്യാനാണ്, അല്ലേ? ഗ്രോത്ത് ട്രിഗർ ചെയ്യാൻ, അല്ലാണ്ട് ഇൻഫ്ലേഷൻ അല്ല. കാരണം ഗ്രോത്ത് ട്രിഗർ ചെയ്യണം. അപ്പോൾ ഗ്രോത്ത് ഇല്ല എന്നുള്ളത് ട്രംപ് സീരിയസ്ലി അവൻ്റെ അടിയിൽ കൂടി പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് കാരണം. പക്ഷേ എങ്കിലും പറയുന്നു ജെറോം പവലിനും ഈ പറയുന്ന പോലെ ഇതേപോലത്തെ ഒരു ആക്ഷൻ എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അദ്ദേഹം റിസൈൻ ചെയ്ത് പോകേണ്ടതാണെന്ന് ഇൻഡയറക്ട്ലി പറഞ്ഞു വെക്കുന്നു എന്നുള്ള
എന്നുള്ളത് അവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യം ട്രംപിൻ്റെ കാഴ്ചപ്പാടിൽ അത് ഈ ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ഏജൻസിയുടെ ഹെഡായാലും ശരി, ഫെഡിൻ്റെ ചെയർമാനായിട്ടുള്ള ജെറോം പവലായാലും പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡ് എനിക്ക് അഗെയിൻസ്റ്റ് എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാദമായിട്ട് ട്രംപ് പറയുന്നതെന്നുള്ള. നമ്മൾ ഇനിയിപ്പോൾ ഓയിൽ മാർക്കറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ബ്രെന്റ് ക്രൂഡ് ഏതാണ്ട് 4% ഡൗൺ ആയിരുന്നു. $69.5 പെർ ബാരലായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് മേജർ ആയിട്ടുള്ള ഒരു കാരണം പറയുക $70 താഴെ വന്നു തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെന്താണെന്ന് വെച്ചാൽ ഈ OPEC പ്ലസ് കൺട്രീസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു വീഡിയോ കോൺഫറൻസിൽ അതിൻ്റെ ഡെലിഗേറ്റ്സ് എല്ലാം കൂടെ മീറ്റ് ചെയ്തിട്ട് ഏതാണ്ട് 5,47,000 ഓഫ് ബാരൽസ് ഓഫ് ഓയിൽ എക്സ്ട്രാ ഡെയിലി മാർക്കറ്റിലേക്ക് ഒഴുക്കുകയാണ് എന്നുള്ള ആ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആണ് ഒരു പക്ഷേ ഓയിലിനെ താഴേക്ക് വലിക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് വന്നതെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അത് എന്താണെന്നറിയോ, 2023 വരെ ഉണ്ടല്ലോ, 2023 വരെ നമുക്ക് വരുന്ന സമയത്തൊക്കെ OPEC ഭയങ്കരമായിട്ട് പ്രൊഡക്ഷൻ കട്ട് ചെയ്തിരുന്നു. ആ കട്ട് ചെയ്ത പ്രൊഡക്ഷൻ ഇപ്പം അൺവൈൻഡ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഈ പ്രൊഡക്ഷൻ ഇൻക്രീസ് വരുന്നത്. അല്ലാണ്ട് വേറെ കാരണം കൊണ്ടല്ല. അവർ കുറേ കട്ട് ചെയ്ത് കുറച്ചിരുന്നു ആ കോവിഡിന് ശേഷം. അതൊന്ന് വൈൻഡ് ഡൗൺ ചെയ്ത് വരുന്നത് കാരണമാണ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓയിൽ കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഓയിൽ പ്രൈസ്, റഷ്യൻ ഓയിലിന് റെസ്ട്രിക്ഷൻസ് വരികയാണെങ്കിലുണ്ടല്ലോ, ഈ ഷിപ്പിങ്ങിൻ്റെ ചാർജസ്, അതായത് ആഫ്രോമാക്സ് എന്നൊക്കെ പറഞ്ഞ ചെറിയ ഷിപ്സ് ആയിരുന്നു ഇത്രയും നാൾ ഓപ്പറേറ്റ് ചെയ്തത്. ഇന്നിപ്പോൾ പല കൺട്രീസും റഷ്യയിൽ നിന്ന് മാറ്റി പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന, ബ്രസീലൊക്കെ വലിയ ഓയിൽ കൺസ്യൂമേഴ്സാണ്. ഇന്ത്യയും ചൈനയും എന്ന് പറഞ്ഞാൽ വേൾഡിലെ 2nd and 3rd ലാർജസ്റ്റ് ഓയിൽ കൺസ്യൂമറാണ് അമേരിക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞ VLCC ഷിപ്സിനുള്ള ഡിമാൻഡ് ഭയങ്കരമായിട്ട്, അതായത് വെരി ലാർജ് കണ്ടെയ്നർ ആ ഷിപ്സിന് ഭയങ്കര ഡിമാൻഡായിട്ട് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റഷ്യൻ ക്രൂഡിന് സാങ്ഷൻസ് വരികയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബൈയിങ് പാറ്റേണിൽ ഇന്ത്യ അടക്കമുള്ള കൺട്രീസ് റഷ്യയിൽ നിന്നുള്ള ഓയിൽ ബൈയിങ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ഫ്രൈറ്റ് റേറ്റ്സ് ഭയങ്കരമായിട്ട് ലോകമെമ്പാടും മാറും. അതിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഷിപ്പിംഗ് കമ്പനീസിനും മാത്രമല്ല കമോഡിറ്റി കമ്പനീസിനും കൂടെ അത് അഫക്റ്റ് ആവുന്നില്ല. അതായത് ഒരു കാസ്കേഡിംഗ് ആൻഡ് റിപ്പിൾ എഫക്റ്റ് മറ്റുള്ള സെക്ടേഴ്സിലേക്ക് വരാം. സോ ആ സെക്ടറിനെ, എക്സ്റ്റേണൽ സെക്ടേഴ്സിനെയും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചോളണമെന്നാണ്. തിരിച്ച് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ജാസ്മിൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ MPC മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് ഇന്ന് മുതൽ 4-ാം തീയതി മുതൽ തുടങ്ങി 6-ാം തീയതിക്ക് ഒരു എന്താ പറയുക, അവരുടെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഒരു സ്റ്റേറ്റസ് തീരുമാനങ്ങൾ അവർ പുറത്തോട്ട് വിടുന്നതായിരിക്കും. ലാർജ്ലി കൺസെൻസസ് എസ്റ്റിമേറ്റ് പറയുന്നത് എന്താ വെച്ചാൽ ദർ ഈസ് നോ റേറ്റ് കട്ട്, റേറ്റ്സ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ് എന്നുള്ളതാണ് കാര്യം. ഇതിന് മുമ്പേ കഴിഞ്ഞ MPC മീറ്റിംഗിൽ 50 ബേസിസ് പോയിന്റ്സ് കട്ട് ചെയ്തത് തീർച്ചയായിട്ടും ഇനി ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് താഴേക്ക് വരുമെന്ന് മുന്നിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഏതാണ്ട് ഫ്രണ്ട് ലോഡ് ചെയ്ത് അഡ്വാൻസ് ആയിട്ട്, അതായത് അടുത്ത മോണിറ്ററി പോളിസി വരെ കാത്തിരിക്കാതെ ആ 25 ബേസിസ് പോയിന്റ്സും കൂടെ അന്നത്തെ 25 ബേസിസ് പോയിന്റ്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് 50 ബേസിസ് പോയിന്റ്സ് കട്ട് കൊടുത്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു കാരണത്താൽ തന്നെ മാർക്കറ്റിൽ ആംചെയർ എക്കണോമിസ്റ്റുകളും അനലിസ്റ്റുകളും അല്ലെങ്കിൽ മറ്റുള്ള റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രതീക്ഷിക്കുന്നത് MPCയിൽ ഒരു റേറ്റ് കട്ടും ഉണ്ടാവില്ല എന്നാണ്. ബട്ട് ഈവൻ ദെൻ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു US ഇപ്പോൾ ഇന്ത്യൻ ഗുഡ്സിൻ്റെ എക്സ്പോർട്സിന് ടാരിഫ് അമേരിക്ക വെച്ചിരിക്കുന്നത് 25% ആണ് അല്ലേ. അതുകൂടാതെ 10% ആയിട്ടുള്ള ഒരു ബേസിക് യൂണിവേഴ്സൽ ടാരിഫും കൂടെ ചേർത്ത് 35% ടാരിഫായിട്ടാണ് ബേസ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബ്രിക്സ് നേഷനിലായത് കാരണം, അതുമാത്രമല്ല റഷ്യൻ ക്രൂഡ് ആയത് കാരണം അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ടാരിഫ് നമുക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിഞ്ഞിട്ടില്ല എന്നുള്ള. ബട്ട് അതിൻ്റെ ഇമ്പാക്റ്റും കൂടെ വരുമ്പോൾ ഇപ്പോൾ 25 ബേസിസ് പോയിന്റ്സ് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ് ഓൺ അവർ GDP കുഡ് ബി 0.2% to 0.5%. അതായത് 25% ടാരിഫ് വച്ചത് കാരണം നമ്മുടെ GDPയിൽ വരുന്ന ആഘാതം 0.2% തൊട്ട് 0.5% ആണ്. ഓൾറെഡി 25%. അത് കൂടാതെ 10% ഈ പറയുന്ന പോലെ യൂണിവേഴ്സൽ ടാരിഫ് പ്ലസ് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നത് കാരണവും അതുമാത്രമല്ല ബ്രിക്സിലെ ഒരു മെമ്പർ ആയത് കാരണമുള്ള ഒരു ടാരിഫും, ഇനി അതുകൂടാതെ സെക്ടറൽ ടാരിഫുകൾ, ഫാർമ ടാരിഫുകളും കൂടെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ സ്പെസിഫിക് ആയിട്ടുള്ള പല സെക്ടേഴ്സിനും അല്ലെങ്കിൽ പല എക്സ്പോർട്ടിംഗ് വെർട്ടിക്കൽസിനും നല്ല രീതിയിൽ ഒരു എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബേസ് കേസിൽ GDP നമ്മൾ 0.2% to 0.5% ഹിറ്റ് ആവുകയാണെങ്കിലും ഇതെല്ലാം കൂടെ വെച്ച് വരുമ്പോൾ ചിലപ്പോൾ ഒരു മാർക്കപ്പും കൂടെ അതിനകത്തേക്ക് വന്നേക്കാം എന്നുള്ള. അതിനെ എങ്ങനെയായിരിക്കും ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യാൻ പോകണമെന്നുള്ള ഒന്നാമത്തെ കാര്യം നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഗവൺമെൻറ് എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ് കൊണ്ടുവരാം. എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ് കൊണ്ടുവന്നിട്ട് എക്സ്പോർട്ടിംഗ് കൺട്രീസിന് ഒരു സ്റ്റിമുലസ് കൊടുക്കാം. 1. 2. ഡൊമസ്റ്റിക് കൺസംഷൻ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാം. അതായത് നമ്മൾ ലാർജ്ലി ഒരു ഡൊമസ്റ്റിക് ഓറിയൻറ്റഡ് എക്കണോമിയാണ്, നമുക്ക് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കണോമി അല്ല. അപ്പോൾ അത് കാരണം തന്നെ ഡൊമസ്റ്റിക് എക്കണോമി ട്രിഗർ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാം. അതിൻ്റെ ഫസ്റ്റ് മെഷർ എന്ന രീതിയിൽ 12 lakhsോളം ഇൻകം ടാക്സ് കട്ട് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ കൺസംഷൻ ഡ്രൈവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ കൂടെ
ഈ പറഞ്ഞ പോലെ RBI റേറ്റ് കട്ടും കൂടെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ ഭേദപ്പെട്ട ഒരു റേറ്റ് കട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ തന്നെ ശരിക്കും പറഞ്ഞാൽ എക്കണോമിയെ ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് ഈ പറയുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇന്ത്യൻ ഗവൺമെൻറ് മറ്റുള്ള രാജ്യങ്ങളായിട്ട് യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് കിങ്ഡം, ജപ്പാൻ, അതർ സൗദി അറേബ്യ പോലത്തെ പല മിഡിൽ ഈസ്റ്റ് കൺട്രീസും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ അതർ യൂറോപ്യൻ കൺട്രീസും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ എക്കണോമീസുമായിട്ടും പുതിയ ട്രേഡ് ഡീൽ സൈൻ ചെയ്തിട്ട് എന്തൊക്കെ ലോസ് ആണോ നമുക്ക് US മാർക്കറ്റിൽ വരുന്നത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടുള്ള പുതിയ പുതിയ മേഖലകളിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. RBIയെ സംബന്ധിച്ചും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും നമ്മളൊരു കാര്യം പറഞ്ഞു, US ഡോളേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തു അല്ലേ. ഈ ടാരിഫിൻ്റെ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ US ഡോളേഴ്സ് ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തു. ലോകത്തുള്ള സകല കറൻസീസും ഇവർക്കെതിരെ ഡിപ്രിഷിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രിസിയേഷൻ മറ്റുള്ള രാജ്യങ്ങൾ US ഡോളേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിപ്രിഷിയേറ്റ് ചെയ്തതിനേക്കാളും കൂടുതലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് കൂടുതൽ ഡിപ്രിഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം നമ്മുടെ എക്കണോമിക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും വന്നിട്ടില്ല. നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കൺട്രോൾഡ് ആണ്, നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൺട്രോൾഡ് ആണ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് അല്ലെങ്കിൽ ഫോറക്സ് കിറ്റി അല്ലെങ്കിൽ ഗോൾഡ് റിസർവ്സ്, ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം ഫേവറബിൾ ആണ്. ബാങ്കിന്റെ NPAs ഈ ക്വാർട്ടറിൽ ചെറുതായിട്ട് NPAs ഇൻക്രീസ് ചെയ്തെങ്കിൽ പോലും വളരെ കൺട്രോൾഡ് ലെവലിൽ തന്നെയാണ്. കോർപ്പറേറ്റ് ഡെപ്റ്റ്, അതായത് ലിസ്റ്റഡ് കമ്പനീസും അൺലിസ്റ്റഡ് കമ്പനീസിൻ്റെയും ഡെപ്റ്റും വളരെ കൺട്രോൾഡ് ആയിട്ടാണ്. കൺസംഷൻ ശരിക്കും പറഞ്ഞാൽ റൂറൽ എക്കണോമിയിൽ കൺസംഷൻ പിക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർബൻ ഡിമാൻഡ് നന്നായിട്ട് പിക്കപ്പ് ചെയ്തില്ലെങ്കിലും എക്കണോമിക്ക് സ്ട്രെസ് ഒന്നുമില്ല. എക്കണോമിക്ക് വലിയൊരു സ്ട്രെസ് ഇല്ലാഞ്ഞിട്ട് പോലും നമ്മുടെ റുപ്പി ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ടും മറ്റുള്ള രാജ്യങ്ങൾക്ക് എഗെയിൻസ്റ്റും അതർ കൺട്രീസ് ആയിട്ടും നമ്മൾ കൂടുതൽ ഡിപ്രിഷിയേറ്റ് ചെയ്യാൻ കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതിൻ്റെ പുറകിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും RBIയുടെയും കരങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് വി കുഡ് ബി ആർട്ടിഫിഷ്യലി ഡീബേസിങ് അല്ലെങ്കിൽ ഡിപ്രിഷിയേറ്റിംഗ് ഇന്ത്യൻ റുപ്പി ടു മേക്ക് ദ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്. അതായത് അപ്പോൾ എന്തൊക്കെ ലോസ് നമുക്ക് US എക്സ്പോർട്ട് ചെയ്യുന്നത് കുറയുന്നു അത് റുപ്പി അപ്രിസിയേഷനിൽ കൂടെ, അതായത് നമ്മൾ ലെസ് എക്സ്പോർട്ട് മോർ ഡോളേഴ്സ് എന്നുള്ള രീതിയിലേക്ക് ആവാനായിട്ടുള്ള ചാൻസുകൾ ഇന്ത്യൻ ഗവൺമെന്റും RBIയും സൈലന്റ്ലി പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ എക്കണോമി ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഈ ഹെഡ്വിൻസ് കാരണം ചിലപ്പോൾ ഒരു ഔട്ട്ലയർ ചാൻസ് RBI ചിലപ്പോൾ കട്ട് ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ കട്ട് ചെയ്തേക്കാം എന്നുള്ളൊരു സ്റ്റാൻസ്, ചിലപ്പോൾ ഒരു അക്കോമഡേറ്റീവ് ആയിട്ട് പോകും എന്നുള്ളൊരു സ്റ്റാൻസ് ചിലപ്പോൾ ആ ഒരു അവരുടെ MPC മിനിറ്റ്സിൽ അല്ലെങ്കിൽ പ്രസ് റിലീസിൽ അല്ലെങ്കിൽ പ്രസ്സിനെ ഫേസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അവർ പറയുമോ എന്നുള്ളത് സൂക്ഷിച്ച് നോക്കണം. ആൻഡ് ഐ വിൽ നോട്ട് ബി സർപ്രൈസ്ഡ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വന്നാലും അതിനകത്ത് സർപ്രൈസ് ചെയ്യാനില്ല. കാരണം പ്രൈം മിനിസ്റ്റർ മോഡിയെ നമ്മൾ ഫോളോ ചെയ്ത് പോകുമ്പോൾ അദ്ദേഹം ഈ ടാരിഫ് August 1 ഡെഡ്ലൈന് ശേഷം എന്തൊരു പൊളിറ്റിക്കൽ മീറ്റിംഗ് ആയാലും ശരി ഒഫീഷ്യൽ മീറ്റിംഗ് ആയാലും ശരി അദ്ദേഹം ഇപ്പോൾ ദേശീയ കാര്യങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ കൂടുതലും ഡൊമസ്റ്റിക് എക്കണോമിയും ഡൊമസ്റ്റിക് സാധനങ്ങൾ മേടിച്ച് ഇന്ത്യൻ ഡൊമസ്റ്റിക് എക്കണോമിയെ ബൂസ്റ്റപ്പ് ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുമാത്രമല്ല മാർക്കറ്റ് കമൻറ്റേറ്റേഴ്സ് ഞാൻ ഇന്ന് കാണുമ്പോൾ മോട്ടിലാൽ ഓസ്വാലിൻ്റെ ഹെഡായ മോട്ടിലാൽ ഓസ്വാലൊക്കെ പറയുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഫോറിൻ കാശ് യൂസ് ചെയ്യണം നിർത്തി ഇന്ത്യൻ കാശ് മേടിക്കുകയാണ്, എൻ്റെ കയ്യിൽ ടാറ്റ സഫാരിയാണ്, ഇനി അടുത്ത XUV 700 മഹീന്ദ്രയുടെ ആയിരിക്കും ഞാൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ഗ്രോയിങ് കോറസും കൂടെ ഇന്ത്യൻ എക്കണോമിയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റുനോക്കേണ്ട കാര്യമുണ്ട്. പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് വളരെ ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ്ലി പോയിസ്ഡ് ആണ് നമ്മുടെ ക്രിക്കറ്റ് മാച്ച് പോലെ. അതായത് ഇത് ലാസ്റ്റ് ലെഗ് ഓഫ് കറക്ഷൻ ആണോ, മാർക്കറ്റിൽ ഷോർട്ട്സ് വെച്ച് നോക്കുമ്പോൾ ഒരു പുൾ ബാക്ക് റാലിക്കുള്ള സമയമായി, എന്നാൽ ടെക്നിക്കൽ സെറ്റപ്പ് ഒരു മീഡിയം ടേമിൽ വളരെ വീക്കായിട്ടുമാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഒരു കൊല്ലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് എവിടെയും പോയിട്ടില്ല, ഒരു കോൺസ്റ്റന്റും സ്റ്റാഗ്നേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു. എന്നാൽ US മാർക്കറ്റ് നന്നായിട്ട് കയറിപ്പോയി എന്നുള്ള. എന്നാൽ ഇന്നലെ മുതൽ വെള്ളിയാഴ്ച മുതൽ US മാർക്കറ്റിൽ ചെറിയൊരു ഡിക്ലൈൻ വന്നിട്ടുണ്ടെന്നുള്ള. അപ്പോൾ ഇനിയും US മാർക്കറ്റ് ഡിക്ലൈൻ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയായിരിക്കും പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിൽ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ ലാസ്റ്റ് 5 years ആയിട്ട് വന്ന പുതിയ ന്യൂ കമ്മേഴ്സ് ഉണ്ടാവും. ഇതൊരു കുറ്റമല്ല കേട്ടോ, ഞാൻ എപ്പോഴും പറയണം, ഞാൻ ഒരു കാലത്ത് ഞാനും 25 കൊല്ലം മുമ്പേ ഞാനും ന്യൂ കമ്മർ ആയിരുന്നു എന്നുള്ള. അപ്പോൾ അതേപോലത്തെ എൻ്റെ മനസ്സിൽ പോയ ചില കാര്യങ്ങളായിരിക്കും ഇപ്പോഴത്തെ ലാസ്റ്റ് 5 കൊല്ലമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നവരുടെ മനസ്സിൽ കൂടെ പോകുന്നത്. അതായത് ആൾക്കാർ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി തുടങ്ങി. ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാത്രമല്ല ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയി തുടങ്ങി. അതായത് ലാസ്റ്റ് ഒരു കൊല്ലമായിട്ട് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നില്ല. എന്നാൽ 2021, 22, 23, 24
നന്നായിട്ട് നമ്മളെ ബ്ലെസ് ചെയ്തു. എന്ത് മേടിച്ചാലും കയറി പോകുന്നു, പൈസ നന്നായിട്ട് കയറി, നന്നായിട്ട് ട്രേഡ്. ആ ട്രെൻഡിങ് മാർക്കറ്റ്, ആ മൊമെൻറ്റം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ചെയ്യാൻ നല്ലതാണ്. അതിനകത്ത് ഐഡിയാസിനല്ല ഇമ്പോർട്ടൻറ്റ്, മാർക്കറ്റിനകത്ത് ട്രേഡ് ചെയ്യുക എന്നുള്ള. വലുതും ചെറുതും എല്ലാ സ്റ്റോക്കുകളും ഭയങ്കരമായിട്ട് കയറി. ഈവൻ പ്രോഫിറ്റ്സ് ഇല്ലാത്ത കമ്പനിയും കച്ചറ കമ്പനികൾ വരെ 3 ടൈംസും 5 ടൈംസും ഒക്കെ ആയ രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്പോയിൽഡ് ആയിപ്പോയി. നമ്മളെ ഭയങ്കരമായിട്ട് മാർക്കറ്റ് പാമ്പർ ചെയ്തു, വഷളാക്കി. ഈ വഷളാക്കിയത് കാരണം ലാസ്റ്റ് ഒരു കൊല്ലം നമുക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. അതിലൊരുപാട് ഫ്രസ്ട്രേഷൻ ആയിട്ട് ഇപ്പം നമ്മൾ തന്നെ പല രീതിയിലും നമ്മുടെ കമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന് എന്തെങ്കിലും കിട്ടിയാൽ മതി, തുമ്മിയാൽ മതി, അത് തെറിച്ചു പോകും, മറ്റേത് പോകും, ഇന്ത്യ കിട്ടിയിട്ട് എന്ത് കാര്യം, ഇന്ത്യൻ മാർക്കറ്റ് എന്താ ഇങ്ങനെ. ഇതാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പം മാർക്കറ്റിൽ വാറൻ ബഫെ പോലത്തെ എത്രയോ കൊല്ലം 17ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ വളരെ ചെറുപ്രായത്തിലോ ടീനേജ് പ്രായത്തിലോ ഇൻവെസ്റ്റ് ചെയ്തൊരു വ്യക്തി പറയുന്ന ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: ഇൻവെസ്റ്റിംഗ് ഈസ് സിമ്പിൾ, നോട്ട് ഈസി. സിമ്പിൾ എന്താ? നമ്മളൊരു സ്റ്റോക്ക് മേടിക്കുന്നു, മുകളിലെത്തുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, അത് വിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, ഗ്രോ ചെയ്യുന്നു. ഇത്രയാണ് അതിൻ്റെ ഇത് വളരെ സിമ്പിളായിട്ടുള്ളത്. ബട്ട് അത് എന്തുകൊണ്ട് ഈസി അല്ല? ഇതേപോലത്തെ ഇമോഷൻസ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റണം. കാര്യം മാർക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ സെൻസോടുകൂടി ഡിസിപ്ലിനായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത്. നമ്മളെപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പറയും, നിങ്ങൾ കൊണ്ടുവരുന്ന പൈസയാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഹെഡ്ജ്. അതായത് നിങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസ് എന്താണ്? ഞാൻ ഇന്ന് കൊണ്ടുവരുന്ന പൈസ എനിക്ക് 3 കൊല്ലത്തേക്കോ 5 കൊല്ലത്തേക്കോ നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അടുത്ത 6 മാസം മാർക്കറ്റിൽ അധികം മൂവ്മെന്റ് ഇല്ലെങ്കിലും നമ്മൾ പേടിക്കാനില്ലല്ലോ. കാര്യം നമ്മൾ 3 കൊല്ലം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞാലേ നോക്കുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ എന്താ പറയുക, പെട്ടെന്ന് യൂസ് ചെയ്യേണ്ട മണി അടുത്ത മാസത്തേക്ക് എനിക്കൊരു ഷൂസ് മേടിക്കണം, കാർ മേടിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചിലവുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യാനായിട്ട് വരുമ്പോൾ അത് നടക്കാതെ വരുമ്പോൾ നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആവും. ഇതാണ് ആ നേച്ചർ ഓഫ് ദ ബീസ്റ്റ്. മാർക്കറ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാനും ഈ വക ഫ്രസ്ട്രേഷന് കൂടി എൻ്റെ തുടക്കകാലത്തിൽ പോയിരുന്നു. അതായത് നമ്മൾ മേടിച്ച് 2005 ആ ബുൾ മാർക്കറ്റ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് കാശുണ്ടാക്കി 2008, 9, 10, 11 നെഗോഷിയേറ്റ് കഴിഞ്ഞാൽ മാർക്കറ്റ് ഭയങ്കരമായിട്ട് അടിച്ച് താഴെ പോയിട്ട് ഒരു സ്റ്റോക്ക് പോലും കയറാത്ത ഡെഡ് മാർക്കറ്റിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ഈ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ നമ്മൾ എന്താ സിസ്റ്റത്തിനെ കുറ്റം പറഞ്ഞു തുടങ്ങും, മാർക്കറ്റിനെ കുറ്റം പറഞ്ഞു തുടങ്ങും, ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞു തുടങ്ങും. നമ്മളെ മാത്രം കുറ്റം പറയില്ല. നമ്മളാണ് ചെയ്യുന്ന എല്ലാം ശരി. അതായത് നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ലോകത്ത് ഏത് മാർക്കറ്റാണ് 365 ദിവസം കയറുന്നത്? അങ്ങനെയാണ് കയറി ഇത് 10 ലക്ഷം 15 ലക്ഷം ഒക്കെ ആവണമല്ലോ. അത് മാത്രമല്ല, മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പുതിയ ആൾക്കാർക്ക് അതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ കോവിഡ് പോലെയുള്ള സമയത്ത് മാർക്കറ്റ് കറക്റ്റ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പുതിയ ഇൻവെസ്റ്റേഴ്സിന് എവിടെ കയറുമായിരുന്നു? ഇവിടെ ഒന്നും കയറുമായിരുന്നു. അവിടെ നിന്നാണ് ഈ ഡിക്സൺ പോലെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി 14%, 20% ഓരോ സ്റ്റോക്കുകളിൽ ഉണ്ടാക്കാൻ പറ്റിയെന്നാണ്. കറക്ഷൻസ് ആണ് ഒരാൾക്ക് ഓപ്പർച്യൂണിറ്റി തരുന്നതെന്നുള്ള. കറക്ഷൻസ് ഇസ് എ മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട് എന്നുള്ളതാണ്. അപ്പം മാർക്കറ്റിൽ ശരിക്കും ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ കറക്ഷനൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് വേണം നമ്മൾ പോകാൻ. അതായത് നമ്മൾ എപ്പോൾ വന്നാലും ഇപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങണം, ഫുട്ബോൾ കളിക്കാൻ പോകും, എല്ലാ കളിയും ജയിക്കാൻ പറ്റും നമുക്ക്? ചിലപ്പോൾ നമ്മൾ തോറ്റു പറഞ്ഞാൽ നമ്മൾ കളി നിർത്തും? ഒരിക്കലും ഇല്ലല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ശക്തിയായിട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പുതിയ ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്നത്, നിങ്ങളുടെ കുറ്റമല്ല, എൻ്റെ കുറ്റമല്ല. ഈ മാർക്കറ്റ് ഇങ്ങനെ തന്നെയാണ്. ഈ മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്രയും കാശ് നമുക്ക് 25%, 30% കിട്ടണമെങ്കിൽ എന്തെങ്കിലും നമ്മൾ സാക്രിഫൈസ് ചെയ്യണ്ടേ? ആ സാക്രിഫൈസ് ആണ് ഈ പേഷ്യൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കൺവിക്ഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി മാത്രം തന്നെ നമ്മൾ മുന്നോട്ട് നിൽക്കുക എന്നുള്ള. ഇപ്പോൾ ലോർഡ് മെയ്യനാർഡ് കെയ്ൻസിന്റെ വലിയൊരു കോട്ടുണ്ട്: മാർക്കറ്റ്സ് ക്യാൻ റിമെയിൻ ഇറാഷണലി ലോങ്ങർ ദാൻ വൺ ക്യാൻ റിമെയിൻ സോൾവെന്റ്. നമ്മുടെ കയ്യിലുള്ള എല്ലാ പൈസ ഇൻവെസ്റ്റ് ചെയ്താലും ചിലപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് തന്നെ നിൽക്കും. എന്നിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ആ പൈസ എപ്പോൾ തിരിച്ചെടുക്കണമെന്നുള്ളതാണ്. 3 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ലോസിലാണ് വിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോസ് ആവും. നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന ലോസ് ഒക്കെ പേപ്പർ ലോസ് ആണ്. ബുക്ക് ചെയ്യാത്തടത്തോളം കാലം നിങ്ങളുടെ പൈസ പോയിട്ടില്ല. അത് പേപ്പർ ലോസ് ആണ്. നിങ്ങൾ 1 കോടിയുടെ ഒരു സ്ഥലം ഹോൾഡ് ചെയ്യുന്നു. ആ 1 കോടി കണ്ണടച്ച് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ വേറൊരു ബയർ വന്നിട്ട് പറയണം 85 ലക്ഷമാണെങ്കിൽ ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ 85 ലക്ഷമായിട്ട് കുറയോ? ഇല്ല. അത് ടെമ്പററി ആയിട്ട് ഒരാൾ വന്ന് ആസ്ക് ചെയ്യുന്ന പ്രൈസാണ്. അതായത് അവർ ബിഡ് ചെയ്യുന്ന പ്രൈസാണ്. ആ ബിഡ് ചെയ്യുന്ന പ്രൈസിന് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും. 1 കോടിക്ക് മുകളിലോട്ട് വരണവന് മാത്രം കൊടുത്താൽ മതി. അത് എന്ന് വരും എന്നുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ടായിരിക്കുമല്ലോ കൊടുക്കുന്നത്. റിയൽ എസ്റ്റേറ്റിൽ അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എടുത്തുകൂടാ? ഇപ്പം നിങ്ങളുടെ അടുത്ത് 100 രൂപയ്ക്ക് മേടിച്ച സ്റ്റോക്കിന് 85 രൂപയ്ക്ക് ഒരാൾ വന്ന് ചോദിക്കുന്നു. നിങ്ങൾ വിൽക്കണ്ടാന്നേ, നിങ്ങൾ വിൽക്കാനാ മതി. വിറ്റ് കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് 85 രൂപയ്ക്ക് വിൽക്കേണ്ട കാര്യമുള്ളൂ. അത് എന്നാണോ ആൾക്കാർ വന്ന് 110, 120, 140, 150 ചോദിക്കുന്നത് അന്ന് മാത്രം വിൽക്കുക. അതാണ് ലോങ് ടേം ഇൻവെസ്റ്റിംഗ്. ഇത് നമുക്ക് റിയൽ എസ്റ്റേറ്റ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സ്റ്റോക്കിൽ ചെയ്തുകൂടാ എന്നുള്ളതാണ്. അതായത് ഈ പ്രൈസ് ഈസ് എ ക്രീച്ചർ ഓഫ് മാർക്കറ്റ് മൂഡ്. മാർക്കറ്റ് മൂഡിൻ്റെ ഒരു ക്രീച്ചറാണ് പ്രൈസ് എന്ന് പറയുന്നത്. അത് ബൂം ചെയ്യുമ്പോൾ പ്രൈസ് സെറ്റ് ചെയ്യണ ആരാന്നറിയോ? ഗ്രീഡിയസ്റ്റ് ആയിട്ടുള്ള ബയറാണ്. എന്നാൽ അത് താഴേക്ക് വരുമ്പോൾ പ്രൈസ് സെറ്റ് ചെയ്യണ ആരാന്നുള്ളൂ? ഏറ്റവും ഫിയർഫുൾ ആയിട്ടുള്ള സെല്ലറാണ്.
അപ്പം ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളത്. നിഫ്റ്റി ലെവൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ അത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു ലെവൽ 24,598 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു എന്നുള്ളതാണ്. FIIs കണ്ടിന്യൂസ് ടു സെൽ 3,360 കോടി സെല് ചെയ്തു എന്നുള്ളതാണ്. ബട്ട് പല പത്രങ്ങളും മീഡിയകളും എഴുതി കാണിക്കുന്നത് എന്താ, FIIs വന്ന് വലിച്ചെറിഞ്ഞിട്ട് പോകാനും നോക്കൂല. 3,300 കോടി സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരോ ബൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ചെയ്ത കംപ്ലീറ്റ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആണെന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ FIIസിന്റെ ഇന്ന് മാർക്കറ്റ് DISലേക്ക് മാറി എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് സപ്പോർട്ട് വരുന്നത് 24,300 എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പക്ഷേ ഞാൻ മുകളിലോട്ട് പറയുന്നില്ല, കാര്യം ആദ്യം മാർക്കറ്റിന് വേണ്ടത് ഒരു സ്റ്റെബിലിറ്റി ആണെന്നുള്ളതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്, ആമസോൺ വെബ് സർവീസ് AWS ഇന്ത്യയിൽ $12.7 billion ഇൻവെസ്റ്റ്മെന്റ് ഓൺ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ക്ലൗഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നുള്ളത്. അതുമാത്രമല്ല ആപ്പിൾ ഇന്ത്യയിൽ നിന്ന് US എക്സ്പോർട്ട് ചെയ്യുന്ന ഫോൺസിൻ്റെ ഏതാണ്ട് $6 billion ആയി. അതായത് കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടിലും, അതായത് ഈ Q1 കാര്യമാണ് പറയുന്നത്, കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും 82% ആണ് ഹയർ സൈഡിൽ എന്നുള്ളതാണ്. ജൂൺ 25 GST കളക്ഷൻ വന്നു. ഗ്രോസ് കളക്ഷൻസ് ഏതാണ്ട് 7.5% അപ്പാണ്. ബട്ട് റീഫണ്ട് എല്ലാം കൂടെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 7.5 ഇല്ല. ഏതാണ്ട് നെറ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ 1.7% ആണ് അപ്പ് എന്നുള്ളതാണ്. ഓയിൽ ഈ പറഞ്ഞ പോലെ ഓയിൽ ഇമ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റഷ്യൻ ഓയിലിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യ ഏതാണ്ട് 82% ഓയിൽ നമ്മുടെ റിക്വയർമെൻറ്റും നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഡൊമസ്റ്റിക് കൺസംഷന് മാത്രമല്ല നമ്മൾ കുറച്ച് കാര്യങ്ങൾ റിഫൈൻ ചെയ്ത് മുകളിലോട്ടും നമ്മൾ വിടുന്നുണ്ട്. അതായത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ സെല്ല് ചെയ്യും കൂടെ ചെയ്യുന്നുണ്ടെന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 50% ഓഫ് റിക്വയർമെൻറ്റ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ റഷ്യയിൽ നിന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇറാഖ് 27%, സൗദി 20%, UAE 14%, USA 8% എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ശരിക്കും USA എന്നുള്ള ബൈയിങ് നമ്മൾ ഭയങ്കരമായിട്ട് കൂടും. ഇവിടെയുള്ള ഓയിൽ റിഫൈനേഴ്സ് US നിന്ന് ഓയിൽ ബൈ ചെയ്യാൻ പോണേ ഏതാണ്ട് 150% ഇൻക്രീസ് ചെയ്യാനാണ് ചാൻസ്. അങ്ങനെ റഷ്യൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ച് കൊണ്ടുവരുന്നുള്ള. റഷ്യൻ നമ്മൾ മേടിക്കാൻ കാര്യം എന്താ, മറ്റേ യുക്രൈൻ വാറിന് ശേഷം അവർ ഡിസ്കൗണ്ടിൽ കൊടുത്തു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബാരലിന് $30 വരെ ലാഭം കിട്ടിയിരുന്നു. ഇപ്പോൾ ആ ഡിഫറൻഷ്യൽ ഏതാണ്ട് $2-4 കുറഞ്ഞു. അപ്പോൾ റഷ്യൻ ഓയിൽ കുറയ്ക്കുന്നുണ്ട്. നമുക്ക് വലിയ പ്രോബ്ലം ഇന്നില്ല എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഓണർഷിപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ FPIസിനെ ഓവർടേക്ക് ചെയ്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യണമെന്നുള്ള. DIയുടെ സ്റ്റേക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 17.6% ആയി, FPIയുടെ 17% ആയി കുറഞ്ഞു. പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്കും ചെറിയൊരു 455 ബേസിസ് പോയിന്റ്സ് കുറവാണ്. 40.8 നിന്ന് 40.58 ആയിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. മാർക്കറ്റിൽ ഷോർട്ട് നല്ല രീതിയിലുണ്ട്. ഇവിടുന്ന് റിവേഴ്സ് ചെയ്യുമോ നോക്കണം. RSI ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 50 നിന്ന് 36 സാധാരണ RSI റിലേറ്റീവ്ലി സ്ട്രെങ്ത് ഇൻഡെക്സ് 30 വരാൻ നേരത്ത് മാർക്കറ്റ് ബോട്ടം ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ബോട്ടം ഔട്ട് സൈഡിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ IT ഇൻഡെക്സിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടെ, 3 കാരണങ്ങളുണ്ട് IT ഇൻഡെക്സിനെ നമുക്കൊന്ന് ഒറ്റ നോക്കേണ്ടത്. ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ ഒരു റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ ഡോളർ സ്ട്രെങ്തൻ ചെയ്യാന്ന് പറഞ്ഞാൽ IT പോലത്തെ കമ്പനിക്ക് നല്ലതാണ്. കാര്യം അവരുടെ റവന്യൂ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഡോളേഴ്സിലാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു SDFC സെക്യൂരിറ്റീസിൻ്റെ ഒരു നോട്ടുണ്ട്. അതായത് IT ഇൻഡെക്സും നാസ്ഡാക്കും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. ആ ഡിസ്കൗണ്ട് ശരിക്കും പറഞ്ഞാൽ 20% ആണ് ഇപ്പോഴത്തെ ഡിസ്കൗണ്ട്. സാധാരണ എപ്പോഴാണ് ആ ഡിസ്കൗണ്ട് 30% ആവണേ, അവിടെ വെച്ച് IT റിവേഴ്സ് ആവും. പക്ഷേ ഇപ്പോൾ അതിനേക്കാളും കൂടുതൽ 20% ആയി എന്നുള്ള. അതുമാത്രമല്ല നിഫ്റ്റി IT ഇൻഡെക്സും നമ്മുടെ നിഫ്റ്റിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റിയെക്കാളിലും പ്രീമിയത്തിലാണ് IT എപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആ പ്രീമിയം 15% ആണ്. നേരത്തെ ഇതിനേക്കാളും ഒക്കെ കൂടുതലായിരുന്നു പ്രീമിയം. നമ്മൾ കാരണം 14% പ്രീമിയം ആകുമ്പോൾ അത് തിരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങൾ 3 ഇൻഡിക്കേറ്റേഴ്സ് നിഫ്റ്റി IT ഇൻഡെക്സിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അതുമാത്രമല്ല നിഫ്റ്റി IT ഇൻഡെക്സ് അണ്ടർലൗഡാണ്, ഈ പറഞ്ഞ പോലെ അണ്ടർഓൺഡാണ്, അൺപോപ്പുലറാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് വലിയ സംസാരങ്ങളൊന്നുമില്ല. ബട്ട് ഇറ്റ് ഈസ് എ സ്ലീപ്പിംഗ് ജയന്റ് എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ TCSൻ്റെ ഒരു കാരണം പറഞ്ഞാൽ 12,000 പേരെ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കളഞ്ഞു, 2% ഓഫ് ദ ഗ്ലോബൽ വർക്ക് ഫോഴ്സ്. ഒരു പേരൻ്റ് എന്നുള്ള രീതിയിൽ ഒരു ആംഗിളിൽ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ നോക്കുമ്പോൾ ഇത്രയും പേരെ ജോലി പോകുകയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കഷ്ടമാണ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഫേസ് വാല്യൂലുള്ള. ബട്ട് സ്റ്റോക്ക് മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഒരു TCS ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചോളം എക്സ്പെൻസ് കുറയുകയാണെന്നുള്ളത്. 26-28% പ്രോഫിറ്റ് മാർജിനാണ് TCS എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ അതിന് 23-25% ഉള്ളൂ. ഇത്രയും ഗ്ലോബൽ വർക്ക് ഫോഴ്സിനെ ശരിക്കും പറഞ്ഞാൽ ലേ ഓഫ് ചെയ്യുന്നതോടുകൂടി മാർജിൻ എക്സ്പാൻഷൻ വരാനുള്ള ചാൻസും അതിനകത്ത് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സം പോയിന്റ് ഓർ ദ അതർ നിഫ്റ്റി IT മേ ബി എ ഗുഡ് വാല്യൂ ബൈ. ദിസ് ഇസ് നോട്ട് എ റെക്കമെൻഡേഷൻ, ദിസ് ഇസ് നോട്ട് എൻ അഡ്വൈസ് ഓർ എ സജഷൻ. ഇത് ജസ്റ്റ് ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം, ഒരു അക്കാഡമിക് സയൻസ് മാത്രം. നമുക്കിനി മാർക്കറ്റ് ലൈവ് അപ്ഡേറ്റ് എടുക്കേണ്ട കാര്യമുണ്ട്. ജാസ്മിൻ പ്ലീസ്.
യെസ്, ഏതായാലും അതിനായിട്ട് ഇപ്പോൾ നിഖിലാണ് റിസർച്ച് ഡെസ്കിൽ നിന്നും ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, നമ്മൾ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഒരു 100 പോയിന്റുകളോളം ഒരു മുന്നേറ്റം നൽകിയിട്ടുണ്ടായിരുന്നു. 24,626 എന്നുള്ളൊരു നിലവാരത്തിൽ ഇപ്പോൾ 60ലധികം പോയിന്റുകളുടെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അല്പം ഇടിവാണ് കാണാൻ സാധിക്കുന്നത് തുടക്ക മിനിറ്റിൽ തന്നെ. ബാക്കിയുള്ള പ്രധാനപ്പെട്ട സെക്ടേഴ്സൊക്കെ ഈ മിനിറ്റിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 24,629 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് നടക്കുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് നെഗറ്റീവായ ഒരു നിരക്കിലാണ്. ഏകദേശം ഒരു 50 പോയിന്റുകളോളമുള്ളൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 55,567 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ നിഫ്റ്റി ബാങ്കിലും ട്രേഡിംഗ് നടത്തുന്നത്. നിഫ്റ്റി 50യിലേക്ക് തന്നെ കടക്കുകയാണെങ്കിൽ നിലവിൽ അഡ്വാൻസ്ഡ് ആയിട്ട് 36 കമ്പനികൾക്ക് നിഫ്റ്റി 50യിൽ നിന്ന് അഡ്വാൻസ് ആയി ട്രേഡ് ചെയ്യാൻ സാധിക്കുമ്പോൾ 14 കമ്പനികളാണ് നിലവിൽ നിഫ്റ്റി 50യിൽ നിന്ന് ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നത്. നിഫ്റ്റി 50യിലെ ഒരു ടോപ്പ് ഗെയിനേഴ്സ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഹീറോ മോട്ടോകോപ്പിൻ്റെ ഓഹരിയുടെ ഭാഗത്ത് നിന്നാണ് മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 3% നേട്ടത്തിൽ നിലവിൽ ഇപ്പോൾ ഹീറോ മോട്ടോകോപ്പിൻ്റെ ഓഹരിക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഓഫ് ഡേയ്സിലായിരുന്നു കമ്പനിയുടെ ഓട്ടോ സെയിൽസ് ഡാറ്റയും മറ്റുമൊക്കെ വന്നിരുന്നത്. മികച്ച ഒരു റിസൾട്ട് തന്നെ ഒരു ഓട്ടോ സെയിൽസ് ഡാറ്റ തന്നെ ഹീറോ മോട്ടോകോപ്പിന് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബലത്തിൽ ഇപ്പോൾ ഏകദേശം 3%-ഉള്ളൊരു നേട്ടം ഹീറോ മോട്ടോകോപ്പ് രേഖപ്പെടുന്നു. ഏഷ്യ മോട്ടോഴ്സിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം 1.5%-ഉള്ളൊരു നേട്ടം ഏഷ്യ മോട്ടോഴ്സ് ഓഹരികളിലും ഉണ്ടാകുന്നു. ടാറ്റ സ്റ്റീൽ പരിശോധിക്കുകയാണെങ്കിൽ 2.25% മുകളിലുള്ളൊരു നേട്ടം, ബജാജ് ഓട്ടോയിൽ 1% മുകളിലുമുള്ളൊരു നേട്ടമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം നേട്ടം 2% മുകളിലുണ്ട്. അതായത് ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓട്ടോ കമ്പനികളുടെ ഒരു ഡോമിനേഷൻ തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുന്നു. ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടമാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ഓട്ടോയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50യിൽ നിന്ന് ഇടിവ് നേരിടുന്ന കമ്പനികൾ നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ പവർ ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ഇടിവുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഏകദേശം ഒരു 1.25% ഒരു ഇടിവ് മാത്രമാണ് ഓഹരിയിൽ ഉണ്ടാകുന്നത്. ടെക് മഹീന്ദ്രയിലേക്ക് കടക്കുകയാണെങ്കിൽ 0.5% മുകളിലുള്ളൊരു ഇടിവുണ്ടാകുന്നു. ഇൻഫോസിസ് ഏകദേശം 0.5%-ഉള്ളൊരു ഇടിവും, സൺഫാർമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏകദേശം 0.5% മുകളിലേക്കുള്ളൊരു ഇടിവിലേക്ക് കടന്നിരിക്കുന്നു. HCL ടെക്കിൻ്റെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 0.5% ഒരു ഇടിവ് നിലവിൽ ഇപ്പോൾ ഉണ്ടാകുന്നു. ഇത് ഇങ്ങനെയാണ് ഇപ്പോൾ നിഫ്റ്റി 50യിലെ ഒരു പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ 57,555 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. സൂചികയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ വലിയ ബാങ്കിങ് കമ്പനികളിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഇടിവ് തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി ബാങ്കിനെ ഇപ്പോൾ ഡ്രാഗ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ HDFC ബാങ്ക്, ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള HDFC ബാങ്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം 0.5% മുകളിലുള്ളൊരു ഇടിവുണ്ടാകുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ 0.5%-ഉള്ളൊരു ഇടിവും, ICICI ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു മാർജിനലായൊരു ഇടിവും രേഖപ്പെടുത്തുമ്പോൾ ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.25% മുകളിലേക്കുള്ളൊരു ഇടിവിലേക്ക് ഫെഡറൽ ബാങ്ക് കടന്നിരിക്കുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പാദഫലവും മറ്റുമൊക്കെ വന്നിരുന്നു. ഒരു മികച്ച ഒരു പാദഫലം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫെഡറൽ ബാങ്കിന് സാധിച്ചിട്ടുള്ള നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആയാലും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനായാലും മറ്റുമൊക്കെ ഒരു കോൺട്രാക്ഷനും മറ്റുമൊക്കെ ഫെഡറൽ ബാങ്ക് നേരിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തിരിച്ചടി ഫെഡറൽ ബാങ്ക് ഓഹരിയിലും കാണാൻ സാധിക്കുന്നു. എങ്കിലും നേട്ടം രേഖപ്പെടുത്തുന്ന ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ഓഹരികളും മറ്റുമൊക്കെ ഏകദേശം ഒരു 1.25% മുകളിലുള്ളൊരു നേട്ടം കാഴ്ചവെക്കുന്നു. ബാങ്ക് ഓഫ് ബറോഡ 1.5%-ഓളം, കാനറ ബാങ്കിൻ്റെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ 1.25% മുകളിലുള്ളൊരു നേട്ടം ഉണ്ടാകുന്നു. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 0.5% ഒരു നേട്ടത്തിലാണ് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് നിലവിലെ സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ് നിലവിൽ സെക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി മെറ്റൽ സൂചികകളുടെ ഭാഗത്ത് നിന്ന് വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാകുന്നു. നിഫ്റ്റി മെറ്റൽ സൂചിക പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.5% മുകളിലുള്ളൊരു നേട്ടം കാഴ്ചവെച്ചുകൊണ്ട് 9,244 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി മെറ്റലിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. 15 കമ്പനികളുള്ള സൂചികയിൽ നിന്ന് നിലവിൽ 12 കമ്പനികൾക്കും ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നു. ഒരു മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ടാറ്റ സ്റ്റീൽ ഓഹരികളുടെയും മറ്റുമൊക്കെ ഭാഗത്ത് നിന്നും നിലവിലുണ്ടാകുന്നു. മറ്റൊരു മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് നിലവിൽ കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി റിയൽറ്റിയുടെ ഭാഗത്ത് നിന്നാണ്. ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടത്തിൽ ട്രേഡിംഗ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് നിഫ്റ്റി റിയൽറ്റിയിൽ സാധിക്കുന്നു. നിഫ്റ്റി റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം മറ്റുമൊക്കെ പറയുകയാണെങ്കിൽ പാദഫലങ്ങളും മറ്റുമൊന്നും കമ്പനികൾക്ക് പ്രതീക്ഷിച്ച
മികച്ച രീതിയിലും മറ്റൊന്നും കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അതിൻ്റെയൊക്കെ പേരിൽ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് സൂചിക രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയൽറ്റി സൂചികയെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടത്തിലേക്ക് വരാൻ വേണ്ടി സാധിക്കുന്നു. അവസാനമായിട്ട് നമ്മൾ നിഫ്റ്റി 50യിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഏകദേശം ഒരു 0.5% ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി 50ക്ക് സാധിക്കുന്നു. നിലവിൽ 24,625 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യിൽ ഒരു ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു 70 പോയിന്റുകളുടെ ഒരു നഷ്ടത്തോടു കൂടി 55,542 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നടക്കുന്നു. ഇവയൊക്കെയാണ് ജാസ്മിൻ ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകൾ. എസ് നിഖിലാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് നൽകിയത്. സുരേഷ് സാർ, നമ്മൾ ഇനിയിപ്പോൾ ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുക്തി മോർച്ച നേതാവുമായിട്ടുള്ള ഷിബു സോറൻ അന്തരിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. 81 വയസ്സായിരുന്നു. ഒരു മാസത്തിലേറെയായിട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ജാർഖണ്ഡ് മുക്തി മോർച്ച പാർട്ടിയുടെ സ്ഥാപക നേതാവ് കൂടിയാണ് ഷിബു മോറൻ. മകനും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഹേമന്ത് സോറനാണ് ഇപ്പോൾ മരണവാർത്ത അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അതിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്. ഇനിയിപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സ് കൂടുതൽ പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്. മാർക്കറ്റിൻ്റെ ഈ ഒരു വലിയ ഇടിവിൽ ഇനിയും ഇടിവ് കൂടുതൽ രീതിയിലേക്ക് പോകുന്ന ഒരു സാധ്യത ഉണ്ടാകുമോ എന്നാണ് പല വ്യൂവേഴ്സും നമ്മുടെ ഈ പ്രോഗ്രാമിന് കീഴിലുള്ള കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ റിസർച്ച് ഇപ്പോൾ നമ്മുടെ ഇൻഹൗസ് എക്സ്പേർട്ടായിട്ടുള്ള പ്രദീപ് ചന്ദ്രശേഖരൻ സർ ജോയിൻ ചെയ്യുകയാണ്. പ്രദീപ് സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. Morning, Jasmine. Morning, viewers. സാർ, ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡിൽ കൂടുതൽ ഡീറ്റെയിൽസ് സാറ് മാർക്കറ്റിൻ്റെയും നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ പ്രധാനപ്പെട്ട ലെവൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ കൂടി ഇപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 25,500 എന്നുള്ള ഒരു റേഞ്ചിൽ നിന്നും 24,620 എന്നുള്ളൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 24,600 എന്നുള്ളൊരു നിലവാരം ഇപ്പോഴും സസ്റ്റെയിൻ ചെയ്തതായിട്ട് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിലത്തെ ഈ ഒരു മുന്നേറ്റം ഒരു ഷോർട്ട് കവറിംഗ് മാത്രമായിട്ട് കണ്ടാൽ മതിയോ? നിലവിലും അണ്ടർടോൺ വളരെ ബെയറിഷായിട്ട് തന്നെയാണോ തുടരുന്നത്? തീർച്ചയായിട്ടും ജാസ്മിൻ, അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നേരിയ റിക്കവറി ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. നിഫ്റ്റി 50ക്ക് നിലവിലുള്ള ഷോർട്ട് ടേം ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 20,200 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഈ ആഴ്ച ആ ലെവല് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. പ്രദീപ് സാർ, സെക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഇന്ന് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം റെസിലിയൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഓട്ടോ ഇൻഡെക്സും മെറ്റൽ ഇൻഡെക്സുമാണ്. മെറ്റൽ 1.57% ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. നിലവിലത്തെ ഒരു കണ്ടീഷനിൽ മെറ്റൽ ഇൻഡെക്സിൻ്റെ ഒരു അണ്ടർടോൺ എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? ജാസ്മിൻ, നമ്മൾ നിഫ്റ്റി 50യിൽ കണ്ടിരിക്കുന്ന അതേ ഇടിവായിരുന്നു കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ നമുക്ക് മെറ്റൽ ഇൻഡെക്സിലും കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് മെറ്റൽ ഇൻഡെക്സിന്റെ ലോങ് ടേം ട്രെൻഡ് ബുളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് 8,900 പോയിന്റിലാണ് കാണുന്നത്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് എങ്കിലും നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ 9,500 പോയിന്റിന്റെ റെസിസ്റ്റൻസ് മെറ്റൽ ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യണം. എഗെയിൻ അത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. സാർ, അതോടൊപ്പം തന്നെ മെറ്റൽ ഇൻഡെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1.5% കൂടുതൽ ഒരു മുന്നേറ്റം നമുക്ക് ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇയർ ടു ടിൽ ഡേറ്റിൽ ഒരു പോസിറ്റീവ് നേട്ടം നൽകിയിട്ടുള്ള ഒരു സൂചിക കൂടിയാണ് മെറ്റൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. നിലവിലത്തെ ഒരു കണ്ടീഷനിൽ മെറ്റൽ ഇൻഡെക്സിൽ നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ജാസ്മിൻ, മെറ്റൽ ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിക്കവറി ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. 9,500 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേമിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. ആ ലെവല് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. അഗെയിൻ പ്രദീപ് സർ, നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം ഇന്ന് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യം തന്നെ ഉത്കർഷ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഇന്നിപ്പോൾ 8% ഒരു വലിയ ഇടിവിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കമ്പനിയുടെ റിസൾട്ടുകളിലേക്ക് വന്നെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു പാദഫലമായിരുന്നു നമുക്ക് കമ്പാരിറ്റീവ്ലി ഇത്തവണ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഉത്കർഷിന്റെ നിലവിലത്തെ ഇടിവിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഉത്കർഷിന്റെ കേസിൽ ഓൾറെഡി കഴിഞ്ഞ 1 വർഷമായിട്ട് ട്രെൻഡ് ബെയറിഷ് ആയിരുന്നു. ബട്ട് മാർച്ച് മാസത്തിന് ശേഷം ഇതൊരു കൺസോൾട്ടേഷനിലായിരുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് 21 രൂപയിലെ ഫോം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ആ ഇടിവിനെ തുടർന്ന് ആ ഒരു സപ്പോർട്ട് ബേസ് ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു.
കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വൈൻഡ് അപ്പ് ദ പൊസിഷൻ, പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി ഫെഡറൽ ബാങ്ക് ആയിരുന്നു. റിസൾട്ടുകൾ അവരുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. റിസൾട്ടുകൾക്ക് ശേഷം ഇന്നിപ്പോൾ 1% കൂടുതൽ ഒരു ഇടിവ് നമുക്ക് ഫെഡറൽ ബാങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് 14% ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മറ്റ് പ്രധാനപ്പെട്ട സെഗ്മെന്റുകളിലൊക്കെ തന്നെ ഒരു നെഗറ്റിവിറ്റി ഇത്തവണ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഇനി ഈ ഒരു സ്റ്റോക്കിൽ വാഷ് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി ഫെഡറൽ ബാങ്കിന്റെ കേസിലും നമുക്ക് കഴിഞ്ഞ 8 ട്രേഡിംഗ് സെഷൻസിൽ തുടർച്ചയായിട്ട് ഒരു സെല്ലിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് വെള്ളിയാഴ്ച തന്നെ ഇതിന്റെ ഒരു ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരുന്നു. വളരെ എക്സ്ട്രീംലി ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോഴേക്കും നമുക്ക് അല്പം ഓവർസോൾഡ് റീഡിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങനെ ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ എനി റേഞ്ച് ബിറ്റ്വീൻ 195 195 മുതൽ 205 ഈ ഒരു റേഞ്ചിൽ പൊസിഷൻ വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പൊസിഷൻ അപ്പം തന്നെ വൈൻഡപ്പ് ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രദീപ് സർ, മറ്റൊരു സ്റ്റോക്ക് LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഇന്നിപ്പോൾ മറ്റ് റിസൾട്ട് വന്ന സ്റ്റോക്കുകളിൽ ഏറ്റവും അധികം മുന്നേറ്റം രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് LIC ഹൗസിംഗ് ഫിനാൻസ്. 2.5% ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ 585 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു ലെവലിൽ നമ്മൾ വാച്ച് ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ലെവൽസ് ഏതൊക്കെയാണ്? ജാസ്മിൻ, അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും നമുക്ക് ജൂലൈ 18 മുതൽ തുടർച്ചയായിട്ട് സെല്ലിംഗ് മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷിയായി മാറിയിരുന്നു. ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന നേരിയ ഒരു റിക്കവറി, ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 620 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. പ്രദീപ് സർ, ഇന്നിപ്പോൾ നാരായണ ഹൃദയാലയത്തിൻ്റെ സ്റ്റോക്ക് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 6% ഒരു ഇടിവിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കമ്പനിയുടെ റിസൾട്ടുകൾ റവന്യൂവിൽ ഒരു മുന്നേറ്റം കണ്ടിട്ടുണ്ടായിരുന്നു, മാർജിനും ഒക്കെ തന്നെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നെറ്റ് പ്രോഫിറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു നേരിയ ഡിപ്പാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അതിന് ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് ഇന്ന് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ സ്റ്റോക്ക് പരിശോധിക്കുന്ന സമയത്ത് ഈ ഒരു ജൂൺ 27 2370 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ ഒരു റെക്കോർഡ് നേട്ടം നാരായണ ഹൃദയാലയത്തിൻ്റെ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. നിലവിൽ ഇത് ട്രേഡ് ചെയ്യുന്ന ഒരു പാറ്റേൺ പരിശോധിച്ചാൽ 1824 രൂപ എന്നുള്ള റേഞ്ചാണ്. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിൻ്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ ഇടിവിനെ തുടർന്ന് നാരായണ ഹൃദയാലയ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡപ്പ് ചെയ്യണം. സ്റ്റോക്കിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 1710 മുതൽ 1720. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 120 രൂപയുടെ ഇടിവും കൂടെ ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സർ, മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ശക്തി പമ്പ്സ് ആണ്. എഗെയിൻ ഈ ഒരു സ്റ്റോക്കിലും 6% ഇടിവ് തുടക്ക മിനിറ്റിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 844 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. റിസൾട്ടുകളിൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരുന്നു ഇത്തവണ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഇന്ന് കാണാൻ സാധിക്കുന്നു. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിൻ്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? പ്രദീപ് സർ, ശക്തി പമ്പ്സ് ആണ് ചോദിച്ചത്. ശക്തി പമ്പ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിൽ ആദ്യം തന്നെ കാണുന്ന ഒരു പ്രോബ്ലം കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും ജൂൺ മാസത്തിന് ശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് പ്രഷറാണ് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുമുണ്ട്. സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് 820. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഇപ്പോൾ 5.5% കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന ഒരു സ്റ്റോക്ക് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് അഥവാ MCX ആണ്. ഇന്ന് നിലവിലത്തെ ഒരു കണ്ടീഷൻ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു സ്റ്റോക്കിൽ ഇനി നമ്മൾ വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? MCXന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ടായിരുന്നു നമുക്ക് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 8000 രൂപയെ കാണുന്നു. ആ ഒരു സ്റ്റോക്ക് ആ ലെവലിന്റെ മുകളിൽ 3 ട്രേഡിംഗ് സെഷൻസിലെങ്കിലും ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡിൽ വീണ്ടും ഒരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 7500 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
പ്രദീപ് സർ, ഇന്നിപ്പോൾ ഡെലിവറിയുടെ സ്റ്റോക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മികച്ച നമ്പേഴ്സ് വന്നതിന് ശേഷം 5% കൂടുതൽ ഒരു മുന്നേറ്റം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. റവന്യൂവിൽ ഒരു മുന്നേറ്റമുണ്ട്. എബിഡ 53% ഒരു അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് ഇത്തവണ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഡെലിവറിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ലെവൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 450 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ്. ഡെലിവറിയുടെ അണ്ടർടോൺ ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് മാറിയിട്ടുണ്ടോ? ഡെലിവറിയുടെ കേസിൽ ആക്ച്വലി കഴിഞ്ഞ 3 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഓൾറെഡി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. 480 രൂപയിലായിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ് കാണാൻ പോകുന്നത്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 400 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. പ്രദീപ് സർ, അവസാനമായിട്ട് മിക്സഡ് ആയിട്ടുള്ള നമ്പേഴ്സിന് ശേഷം ഇന്നിപ്പോൾ ഹണിവെൽ ഓട്ടോമേഷന്റെ സ്റ്റോക്ക് 3.37% കൂടുതൽ ഒരു ഇടിവിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കമ്പനിയുടെ ഒരു പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും ഇയർ ടു ടിൽ ഡേറ്റിൽ നെഗറ്റീവ് റിട്ടേൺ ആണ്. 10% കൂടുതലുള്ള ഒരു ഇടിവിലേക്ക് പോയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ഹണിവെൽ ഓട്ടോമേഷൻ. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം വ്യൂ എങ്ങനെയാണ്? ഹണിവെൽ ഓട്ടോമേഷന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 37,200 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറും. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 39,600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ. താങ്ക് യു ജാസ്മിൻ. സുരേഷ് സാർ, നമ്മളേതായാലും ലാസ്റ്റത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഏതാണ്? ജാസ്മിൻ, സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ വരുന്നതിന് മുമ്പേ MCXന്റെ കാര്യം പ്രദീപ് പറഞ്ഞു. MCXന്റെ കാര്യത്തിൽ നമ്മൾ റിസൾട്ട്സ് ഓപ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് തോന്നും. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹെഡ്ലൈൻ നമ്പേഴ്സ് മാത്രം നോക്കുകയാണെങ്കിൽ ഓപ്റ്റിക്കലി നമ്പേഴ്സ് വളരെ മോശമായിട്ട് നന്നായിട്ട് തോന്നുമെങ്കിലും ഡീപ്പ് ഇൻസൈഡ് നമ്മൾ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ല MCX കൊണ്ടുവന്നത്. എന്നിട്ടും ആ സ്റ്റോക്ക് എന്തുകൊണ്ട് കയറുന്നു? ജാസ്മിൻ പറഞ്ഞ അനുസരിച്ച് 5% അപ്പാണ്. അതിനൊരു സ്റ്റോക്ക് സ്പ്ലിറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് 1:5 ഒരു ഷെയറിന് 5 സ്റ്റോക്സ് എക്സ്ട്രാ കിട്ടും എന്നുള്ളതാണ്. ഈ ഒരു ന്യൂസ് ആണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് പോസിറ്റീവായിട്ട് എടുത്തേക്കണമെന്നുള്ള. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം. അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നല്ല എൻ്റെ അഭിപ്രായത്തിൽ. ഫസ്റ്റ് എവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പ്രോഫിറ്റ്സ് മാറുന്നില്ല, നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം കൂടും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം. പക്ഷേ മാർക്കറ്റ് അതിനെ വളരെ രീതിയിലാണ് സന്തോഷിക്കുന്നത് എന്നുള്ള. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഒരു അക്കാഡമിക് കൺസെപ്റ്റിന് വേണ്ടി മാത്രമാണ്. ഇതിനകത്ത് പ്ലസും മൈനസും ഒന്നും ഞാൻ പറയുന്നില്ല. ബട്ട് അത് കാരണമാണ് ഈ സ്റ്റോക്ക് കയറുന്നത്, റിസൾട്ട് അല്ല എന്നുള്ളത് ഒന്ന് പ്രത്യേകം പറഞ്ഞു വെക്കണം എന്നൊന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തന്നുള്ളത്. ഇപ്പോൾ ജാസ്മിൻ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യം സ്പോട്ട്ലൈറ്റിലെ സ്റ്റോക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും മാർക്കറ്റിനെ കുറിച്ച് ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ രീതിയിൽ ആൾക്കാരെ ഒന്ന് ഭയങ്കര രീതിയിൽ ഒന്ന് എക്സൈറ്റഡ് ആക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് ഹോൾഡ് ബാക്ക് ചെയ്ത് വെച്ചു എന്നുള്ള. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് NSDL എന്ന് പറയുന്ന ഡെപ്പോസിറ്ററിയുടെ ഒരു ലിസ്റ്റിംഗ് ആണ്. അത് പല സ്ഥലത്തും IPOനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കാരണം ഈ NSDLും CDSLും എന്താണെന്നുള്ളത് ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ സ്പോട്ട്ലൈറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പണ്ടത്തെ കാലങ്ങളിലൊക്കെ നമ്മൾ ഷെയർ മേടിക്കണം എന്നുണ്ടെങ്കിൽ അന്ന് ഇതേപോലെ എക്സ്ചേഞ്ച് ഇതേപോലെ നമ്മുടെ പോലെ ഓൺലൈനൊന്നും ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ ഇരുന്ന് എഴുതി കമ്പനിക്ക് അയക്കും. കമ്പനിയുടെ അഡ്രസ്സിലേക്ക് എഴുതി അയച്ചിട്ട് നമ്മൾ DDയും കൂടെ വെച്ച് അയക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അതും ഒരുപാട് ദിവസമൊക്കെ എടുത്തിട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഷെയർ കിട്ടുന്നത്. അപ്പോൾ പണ്ടത്തേക്കാളുള്ള ആൾക്കാർ അത് എഴുതി അയച്ച് അന്ന് തന്നെ ഷെയർ മേടിക്കുന്നവർ വളരെ കുറവായിരുന്നു. അതായത് വായിച്ചറിഞ്ഞ് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ച് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണേ എന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ അന്ന് സ്റ്റോക്ക് മേടിച്ചിട്ടുള്ളൂ. നമ്മൾ കമ്പനിക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ എഴുതി അയക്കുന്നു. അതിനെ ബേസ് ചെയ്ത് അവർ ഫോളിയോസ്, അതായത് ഫിസിക്കൽ ഷീറ്റ്സ് ആണ് നമുക്ക് അയക്കുന്നത്. അതായത് ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്, ഏതാണ് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലെയൊക്കെ ഇരിക്കും ഫിസിക്കൽ ഷെയർ. പറ്റുമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം കൊണ്ട് കാണിക്കണം എന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു പഴയ കമ്പനികളുടെയൊക്കെ. ഇപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു രസത്തിന് വേണ്ടി. ചിലതൊക്കെ ഇപ്പോൾ ഒന്ന് ഡീലിസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്തുകൊണ്ട് അത് ഗുണമില്ലാതെ വെറും പേപ്പറായിട്ട് മാത്രം കയ്യിലിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള. അപ്പോൾ ഈ ഫിസിക്കൽ ഷെയർസ് മേടിച്ച് കയ്യിൽ വെക്കുമ്പോൾ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ. അതായത് അത് ശരിക്കും പറഞ്ഞാൽ സ്പോയിലായി പോകും. രണ്ടാമത് നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് ഇത് നമ്മൾ വിൽക്കാൻ നേരത്ത് എങ്ങാനും നമ്മളിത്
കൈമാറ്റം ചെയ്യാൻ നേരത്തെ നമ്മൾ അതിൻ്റെ പുറകിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് കമ്പനിക്ക് അയക്കുമല്ലോ. നമ്മൾ വേറെ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നമ്മൾ അവരുടെ പേരിലേക്ക് ഇത് എഴുതി കൊടുത്തിട്ട് നമ്മൾ കമ്പനിയിലേക്ക് പേര് മാറ്റാനായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ സിഗ്നേച്ചർ മിസ്മാച്ച് ഒക്കെ വരും. കാര്യം നമ്മൾ ചിലപ്പോൾ 25-ാമത്തെ വയസ്സിൽ സിഗ്നേച്ചർ ആയിരിക്കില്ല, 35-ാമത്തെ വയസ്സിൽ 2 കുത്ത് മാറിപ്പോവും, അല്ലെങ്കിൽ നമ്മുടെ എഴുത്തും മാറിപ്പോവും, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നമ്മുടെ കൈയുടെ ഈ പറയുന്ന പോലെ സ്ട്രെങ്ത് ഒക്കെ പോകുമ്പോൾ ചിലപ്പോൾ അതേപോലെ ഇപ്പിടാൻ വന്നില്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ റെക്കോർഡ് ബുക്കിൽ നമ്മൾ ആദ്യം മേടിക്കാൻ നേരത്തുള്ള സിഗ്നേച്ചർ ആയിട്ട് അവർ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ മിസ്മാച്ചിങ് ഒക്കെ വരും. അപ്പോൾ അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഷെയർസ് എന്ന് പറയുന്നത് ഒരു തലവേദനയായിരുന്നു എന്നുള്ള. ബട്ട് എവർ സിൻസ് ഈ ഡിജിറ്റൽ യുഗം വന്നതിന് ശേഷം ഇതൊക്കെ ഡീമെറ്റീരിയലൈസ്ഡ് ഫോമായി മാറി എന്നുള്ള. ഇപ്പം നമ്മളെല്ലാം ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത് ഇപ്പം എൻ്റെ കയ്യിലെ ഷെയർ അസറ്റ്സ് പറഞ്ഞാൽ ഡിജിറ്റൽ അസറ്റ്സ് ആയിട്ടാണ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഹോൾഡ് ചെയ്യണമെന്നുള്ളത്. അപ്പം നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യണത് എവിടെയാണ്? നമ്മൾ ബ്രോക്കറിൻ്റെ അടുത്താണ് അല്ലേ. നമ്മളിപ്പോൾ സിറോദ പോലെ, ജിയോജിത്ത് പോലെ, അല്ലെങ്കിൽ മോട്ടിലാൽ ഓസ്വാൽ, കോട്ടക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് നമ്മൾ ഈ പറയുന്ന പോലെ ഏതാണ് ഗ്രോ എന്നിങ്ങനെയൊക്കെയുള്ള കമ്പനികളിൽ നമ്മൾ ഒരു ഷെയറിൻ്റെ അക്കൗണ്ട് തുടങ്ങിയിട്ട് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഷെയർ മേടിക്കുമ്പോൾ അത് എവിടെയാണ് വന്ന് വീഴുന്നത്? ബ്രോക്കറിൻ്റെ അടുത്തല്ല വന്ന് വീഴുന്നത്. ബ്രോക്കറിൻ്റെ പുറകിൽ ഒരു ഡെപ്പോസിറ്ററി ഉണ്ട്. നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡിമെറ്റീരിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഡെപ്പോസിറ്ററിയാണ്, ദാറ്റ് ഈസ് ത്രൂ എ ബ്രോക്കർ. അപ്പോൾ ബ്രോക്കർ വഴിയാണ് നമ്മൾ ഡിമാറ്റിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഈ ഡെപ്പോസിറ്ററിയിൽ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നല്ല. ഇപ്പം നമ്മൾ ബ്രോക്കർ വഴി ബ്രോക്കറിന് ഒരു കമ്മീഷൻ കൊടുത്ത് മേടിക്കുന്ന ഷെയർ ബ്രോക്കർ അക്കൗണ്ടിലേക്കല്ല, ഡിമാറ്റ് അക്കൗണ്ട് അതായത് CDSL-ലോ NSDL-ലോ ആണ് ഈ വന്ന് വീണേ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രോക്കറിൻ്റെ ജോലി ഈ ട്രാൻസാക്ഷൻസിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് നമുക്ക് വേണ്ടി സഹായിക്കുക എന്നുള്ള ജോലി മാത്രമേ ബ്രോക്കറേജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഷെയർ വന്ന് വീഴുന്നത് ബ്രോക്കിംഗ് അക്കൗണ്ടിൽ കൂടെയാണ് നമ്മൾ കാണുന്നതെങ്കിലും അതിൻ്റെ പുറകിലുള്ള ഡെപ്പോസിറ്ററി അക്കൗണ്ടിലേക്കാണ് ഇത് വന്ന് വീഴുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ലോക്കർ പോലെ നമ്മുടെ ഷെയറിനെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ നമ്മൾ പറയും ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഭയങ്കരമായിട്ട് വികസിച്ചപ്പോഴത്തേക്കും ഇതൊക്കെ നല്ല രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ലാസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ പ്ലേസ് വേർ സേവേഴ്സ് ഓഫ് ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റൽ കയ്യിലുള്ള നമ്മളെപ്പോലത്തെ സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കാശുണ്ട്. അപ്പുറത്തെ സൈഡിൽ കമ്പനീസിന് കാശ് വേണം ഗ്രോ ചെയ്യാൻ അല്ലേ. ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ പ്ലേസ് വേർ സേവേഴ്സ് ഓഫ് ക്യാപിറ്റൽ മീറ്റ് ദോസ് കമ്പനീസ് ഹു നീഡ് ക്യാപിറ്റൽ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാൾ എന്തിനാണോ മാർക്കറ്റിൽ വന്നതെന്ന് ഒരു വെജിറ്റബിളോ ഗ്രോസറി വിൽക്കാനായിട്ടിരിക്കുകയും നമ്മളെ പോലത്തുള്ള ആവശ്യക്കാർ വരികയും എന്ന് പറയും പോലെയുള്ള ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഇക്വിറ്റി മാർക്കറ്റ് പ്ലേസ് ആണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ കമ്പനീസ് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് കമ്പനീസ് വരുന്നു, നമ്മൾ അവിടെ വന്നു നിന്നു, നമ്മുടെ മുന്നിൽ ഒരു 3-4 കമ്പനികളുണ്ട്, അതിൽ നല്ലത് നോക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന്. അപ്പോൾ ആ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രോത്തിനെ ഡ്രൈവ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്പർ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ്. 2, നമ്പർ ഓഫ് കമ്പനീസ് കമ്മിങ് ഇൻ ടു ദ മാർക്കറ്റ്. ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ട്രാൻസാക്ഷൻസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിലാണ്. ഇപ്പം നമുക്ക് നോക്കാം 2020 4.96 മില്യൺ ന്യൂ ഇൻവെസ്റ്റേഴ്സാണ് സിസ്റ്റത്തിലേക്ക് വന്നത് 2020 സമയത്ത്. എന്നാൽ 2020 നിന്ന് 25 ഈ 4.96 മില്യൺ എന്ന് പറഞ്ഞ് ഉയർന്ന് 41 മില്യണുമായിട്ട് ഉയർന്നു എന്നുള്ള അത്രമാത്രം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് സിസ്റ്റത്തിലേക്ക് വന്നു. ഒരു കാര്യം. 2, 2019 ഇന്ത്യൻ കമ്പനീസ് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്തത് 919.5 മില്യൺ വർത്ത് ഓഫ് ഷെയർ ഇതാണ്. അത് ശരിക്കും പറഞ്ഞാൽ 2025 എത്രയായി? 2182 ബില്യണായി മാറി. അതായത് 919, ഞാൻ മില്യണാണ് പറഞ്ഞെങ്കിൽ തരണം, 999 ബില്യണാണ് 2019 റേസ് ചെയ്തെങ്കിൽ അത് ഏതാണ്ട് ഡബിളായി 2025 ആയപ്പോൾ ഏതാണ്ട് 2182 ബില്യണാണ് കമ്പനീസ് റേസ് ചെയ്തത്. അതായത് കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യണതും ലാസ്റ്റ് 5-6 കൊല്ലം കൊണ്ട് ഡബിളായി. അത് മാത്രമല്ല ഇൻവെസ്റ്റേഴ്സിന്റെ എണ്ണം ഗണ്യമായിട്ട് ഉയരം കുറിച്ചത് അപ്പോൾ ആഫ്റ്റർ കോവിഡ്. അപ്പോൾ ഇത് 2 പാരാമീറ്റേഴ്സും കൂടെ ഉദിച്ചു വന്നപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രോത്ത് പ്ലേ ചെയ്യാൻ നമുക്ക് ഒരുപാട് കമ്പനികളുണ്ട്, ബ്രോക്കറേജസ് ഉണ്ട്, AMCകളുണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനീസ് ഉണ്ട്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കമ്പനീസ് ഉണ്ട്, KYC നടത്തുന്ന കമ്പനീസ് ഉണ്ട്, ഡെപ്പോസിറ്ററീസ് ഉണ്ട്. ഇതിൽ മറ്റുള്ളവരുടെ എല്ലാവരുടെയും റവന്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ ഗ്രോത്ത് അനുസരിച്ചാണ്. എന്നാൽ അതിൽ റിലേറ്റീവിറ്റി വോളറ്റിലിറ്റി ഇല്ലാത്തത് ഡെപ്പോസിറ്ററിക്കാണ്. അവിടെയാണ് ഈ ഡെപ്പോസിറ്ററീസിന് ഇമ്പോർട്ടൻസ് വരുന്നത്. അതിൽ 2 ഡെപ്പോസിറ്ററീസ് ആണ് ഇന്ത്യയിൽ മെയിൻ ആയിട്ടുള്ളത്. ഡുവോപോളി മാർക്കറ്റാണ്, 2 പ്ലേയേഴ്സ്. ഒന്ന് ഈ പറയുന്ന പോലെ CDSL, അത് ഈ മാനേജ് ചെയ്യുന്നത് BSE ആണ് ബാക്ക് ചെയ്യുന്നത് CDSL-നെ. എന്നാൽ
NSDL ബാക്ക് ചെയ്യണത് NSE ആണെന്നുള്ളതാണ്. ഈ ഡെപ്പോസിറ്ററീസ് എങ്ങനെയാണ് പൈസ ഏൺ ചെയ്യണമെന്നറിയോ? അവർക്ക് 3 രീതിയിൽ. ഒന്ന്, ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആ ട്രാൻസാക്ഷന് ചാർജ് ചെയ്യും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു കസ്റ്റഡി ഓഫ് സെക്യൂരിറ്റീസ്, അതായത് ആ സെക്യൂരിറ്റീസ് കസ്റ്റഡിയിൽ വയ്ക്കുന്നതിന് ഒരു ഫീസ്. മൂന്നാമത് ആനുവൽ മെയിൻ്റനൻസ് ചാർജ്. ഇങ്ങനെ 3 രീതിയിലാണ് അവർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2020 കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് ന്യൂ ഏജ് കമ്പനീസ് ലിസ്റ്റ് ചെയ്തല്ലോ ഇന്ത്യൻ മാർക്കറ്റിൽ. അതുപോലെ SMEs ഒക്കെ ലിസ്റ്റ് ചെയ്തപ്പോൾ അവർ കൂടുതലും NSDL-നെക്കാട്ടിലും CDSL ആണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്പർ ഓഫ് ക്ലയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ CDSL, പ്രത്യേകിച്ച് ലാസ്റ്റ് 5 കൊല്ലം CDSL-ലാണ് ഒരുപാടുള്ളത്, എന്നാൽ NSDL-ന് വളരെ കുറവാണ്. ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ CDSL-ന് ഏതാണ്ട് 15.68 crore അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ, 15 കോടി അക്കൗണ്ട് ഉണ്ടെങ്കിൽ NSDL-നുള്ള വെറും 4 കോടിയേ ഉള്ളൂ. അതായത് NSDL-ക്കാളും 4 times ഹയർ ആണ് CDSL ബൈ നമ്പർ ഓഫ് അക്കൗണ്ട്സ് അല്ല. എന്നാൽ വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ് വെച്ച് നോക്കുമ്പോൾ NSDL ഭയങ്കര ഹയർ ആണ്. അതായത് ശരിക്കും ഒരു ആവറേജ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ NSDL ഒരു അക്കൗണ്ടിൽ 1.2 crore വർത്ത് ഓഫ് ഷെയർസ് ആണ് കിടക്കണമെങ്കിൽ CDSL 4.6 lakhs ഉള്ളൂ. അതായത് ബൈ വാല്യൂ NSDL ഇസ് മച്ച് ഹയർ, എന്നാൽ നമ്പർ ഓഫ് അക്കൗണ്ട്സിൽ CDSL ഇസ് മച്ച് ഹയർ. NSDL എന്തുകൊണ്ട് വാല്യൂയിൽ ഹയർ ആവണമെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ബിഗ് ബാങ്ക്സ്, നോൺ റീറ്റെയിൽ ആയിട്ടുള്ള ക്ലയൻസ് കൂടുതൽ, റീറ്റെയിലേഴ്സ് കൂടുതലും CDSL, കാര്യം പുതിയ ബ്രോക്കറേജസ് ഒക്കെ അവരെടുത്താണ് തുടങ്ങിയത്. എന്നാൽ ഈ റീറ്റെയിൽ കൂടാതെ ഈ പറഞ്ഞ പോലെ ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ്, FPIs, ഫുൾ ടൈം ബ്രോക്കറേജസിൻ്റെ എല്ലാ ഡെപ്പോസിറ്ററിയും എന്ന് പറയുന്നത് NSDL ആയത് കാരണം NSDL വളരെ ഹൈ ആണെന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരാണ് മോർ പ്രോഫിറ്റബിൾ എന്ന് വെച്ചാൽ CDSL ആണ് പ്രോഫിറ്റബിൾ. NSDL ആയിരുന്നു 2020 വരെ പ്രോഫിറ്റബിൾ, പക്ഷേ CDSL ആണ് പ്രോഫിറ്റബിൾ ആയിരുന്നത് NSDL-നെക്കാളും. കാരണം എന്താ? ഇതിനകത്ത് എത്ര വാല്യൂ എന്നുള്ളതല്ല ചാർജസ് നിശ്ചയിക്കണം, എത്ര അക്കൗണ്ട്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ആനുവൽ കസ്റ്റോഡി ഫീ ഒക്കെ ചാർജ് ചെയ്യുന്നത് നമ്പർ ഓഫ് അക്കൗണ്ട്സിനാണ്, അല്ലാണ്ട് വാല്യൂവിനല്ല. അപ്പോൾ അവിടെയും CDSL ആണ്. പിന്നെ അതുപോലെ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴും ഒരു ഷെയർ മേടിക്കണോ 1000 ഷെയർ മേടിക്കണോ എന്നല്ല, അതിനെ ഒരു ട്രാൻസാക്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് മോർ അക്കൗണ്ട്സ് CDSL-നുള്ളതുകൊണ്ട് അവിടെയും CDSL-നാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ CDSL-ആണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള. ബട്ട് ഈ പറയുന്ന പോലെ എവിടെ വെച്ചാണ് ഇനി NSDL കയറാൻ പോണ ഈ IPO ഒന്നത് നമുക്കറിയാം. 18 lakh ആക്റ്റീവ് രജിസ്റ്റേർഡ് കമ്പനീസ് ഉണ്ട് ഇന്ത്യയിൽ. ഞാൻ ലിസ്റ്റ് ചെയ്ത കമ്പനീസ് അല്ല, നമ്മളല്ലാത്ത കമ്പനീസിന് പോലും, പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസിന് പോലും ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ പോലും ഡിമാറ്റ് ആക്കണം എന്നൊരു റൂളുണ്ട്. അതിൽ ചെറിയൊരു പെർസെൻറ്റേജ് കമ്പനികൾ മാത്രമേ ഇതുവരെ ഡിമാറ്റ് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ കമ്പനികൾ വരുമ്പോഴത്തേക്കും അത് കൂടുതലും NSDL-നായിരിക്കും വരുന്നതെന്നുള്ള. അതുമാത്രമല്ല ഈ കോർപ്പറേറ്റ് ബോൺസിലെ, അതായത് ആക്റ്റീവ് ഡീമെറ്റീരിയലൈസ്ഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിലെ 3/2 ഭാഗവും NSDL-ൻ്റെ കയ്യിലാണ്. അപ്പോൾ അതും കൂടുതൽ ഇനി വരാൻ പോകുന്ന ഗ്രോത്ത് NSDL-നായിരിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല NSDL ആൾക്കാർ പറയുന്ന ഒരു കാര്യം, മാർക്കറ്റ് കറക്റ്റ് ചെയ്താൽ പോലും അത്ര ബുദ്ധിമുട്ട് NSDL ഉണ്ടാവില്ല. കാര്യം ലോങ്ങർ ടേം ഇൻവെസ്റ്റേഴ്സും ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ് കൂടുതൽ ഹോൾഡ് ചെയ്യണമെന്നുള്ള. CDSL മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ 14,494 റുപ്പീസാണ്. മാർക്കറ്റ് ക്യാപ്പ് 31,227 crores. NSDL IPO വരുന്നേ ഉള്ളൂ. 760 മുതൽ 800 രൂപയാണ് വരുന്നതെന്ന് പറയുന്നു. 800 രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് 16,000 കോടിയായിരിക്കും. എന്നാൽ ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 935 റുപ്പീസിനായിരിക്കും ലിസ്റ്റ് ചെയ്യണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് 18,700 ആവാനാണ് ചാൻസ്. NSDL-ന് 2 സബ്സിഡറീസ് ഉണ്ട്. NSDL പേയ്മെന്റ് ബാങ്കും ഉണ്ട്, NSDL ഡേറ്റാബേസ് മാനേജ്മെന്റും ഉണ്ട്. FY25 റവന്യൂ NSDL-ന് 1,420 കോടിയാണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 343 കോടിയാണ്. അതിൽ ഡെപ്പോസിറ്ററി സർവീസസ് എന്നാണ് 91% റവന്യൂ, അതായത് 311 കോടി. അതിനകത്ത് നിന്നാണ് ബാങ്കിങ് സർവീസസ്, അതായത് നമ്മൾ നേരത്തെ പേയ്മെന്റ് ബാങ്ക് പറഞ്ഞല്ലോ സബ്സിഡറി, അതിൽ നിന്ന് കിട്ടുന്നത് വെറും 4 കോടിയാണ്. ഈ ഡേറ്റാബേസ് മാനേജ്മെന്റിൽ കൂടെ കിട്ടുന്നത് 27 കോടിയാണെന്നുള്ളത്. ഇതാണ് NSDL-ഉം CDSL-ഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ. NSDL-ന്റെ IPO നമുക്ക് ഉടനെ വരുന്നു എന്നുള്ളതാണ്. ഈ 2 കമ്പനികളും നമ്മളിവിടെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് പറയുന്നതല്ല, അക്കാഡമിക് പർപ്പസിന് മാത്രം. ഇത് സോളിസിറ്റേഷനോ അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല. ഇൻഡയറക്ട്ലി ഒരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. എനിക്കും ജാസ്മിനും നമ്മുടെ റിലേറ്റീവ്സിനും ഇതിനകത്ത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഒരു ഹോൾഡിംഗ് ഇല്ല എന്നോട് പറഞ്ഞു വയ്ക്കുന്നു. വെറും അക്കാഡമിക് സെക്കിന് മാത്രം നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ സജഷൻസിൽ മാത്രം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് മുന്നോട്ട് പോകുക. ജാസ്മിൻ. യെസ്, എന്തായാലും NSDL-ന്റെ ലിസ്റ്റിംഗ് ഉടനെ ഉണ്ടാകും. അത് തന്നെയാണ് ഇപ്പോൾ NSDL-നെയും CDSL-നെയും സംബന്ധിച്ചുള്ള ഒരു കമ്പാരിസൺ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ സംസാരിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല, ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും അടുത്ത മണിക്കൂറിൽ വീണ്ടും ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.